എൻ്റെ ഗ്രാമം എന്നാണ് ആദ്യത്തെ സിനിമയുടെ തലക്കെട്ട്. അതൊരു എന്താ പറയാ, ഒരു കോയിൻസിഡൻസ്, യാദൃശ്ചികത എന്നൊക്കെ പറയുന്ന പോലെ മാഷിന്റെ ദേശം എന്ന് പറഞ്ഞാൽ വളരെ സമ്പുഷ്ടമായിട്ടുള്ളൊരു ദേശമാണ്. നിറയെ പാടശേഖരം, പ്രകൃതി സൗന്ദര്യം, താളമേളങ്ങൾ, പൂരം. പൂരങ്ങളുടെ തുടക്കം തന്നെ അവിടെ നിന്നാണല്ലോ. പൂരങ്ങളുടെ എല്ലാ പൂരങ്ങളുടെയും മാതാവ് എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരം. എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന ആ ഗ്രാമത്തിന്റെ ഈ ഒരു താളമേളങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് മാസ്റ്റർ തിരഞ്ഞെടുത്തത് സംഗീത ലോകത്തെയാണ്. അപ്പോൾ ആ ഒരു ദേശത്തെ പറ്റിയും അതുപോലെ അവിടുത്തെ ഒരു എന്തൊക്കെയാണ് മാസ്റ്ററുടെ ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ സംഗീതത്തിലേക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു വഴി, അതൊക്കെ ഒന്ന് പറയാമോ? നമ്മൾ ജനിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില വിഷയങ്ങളുണ്ട്. അത് വളരെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ കാണിക്കുന്ന നമ്മുടേതായിട്ടുള്ള ചേഷ്ടകളും നമ്മൾ എങ്ങനെയൊക്കെ പെരുമാറുന്നു അതിനെ ആസ്പദമാക്കിയായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അച്ഛനമ്മമാർ കണ്ടെത്തുക. അപ്പം ആ തരത്തിൽ എന്നെ പരിശോധിച്ചപ്പോൾ ചെറുപ്പത്തിൽ സംസാരിച്ചു തുടങ്ങിയ കാലം മുതൽ അവർക്ക് മനസ്സിലായി ഈ സംഗീതമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് ഈ കുട്ടി എന്ന് മനസ്സിലാക്കുകയും പിന്നെ ഞാൻ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുകയും ഈ പൂരം എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടായ കാര്യമാണ് പെരുവനം ഗ്രാമത്തിൽപ്പെട്ട തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ ദേവമേള നടക്കുന്ന ആറാട്ടുപുഴ പൂരം 1443 കൊല്ലം വരിക. അത്ര പ്രശസ്തമായ പൂരമാണ്. വൈകുണ്ഠം തൊഴുത ഫീലിംഗ് എന്നാ പറയുക. കൂട്ടെഴുന്നള്ളിപ്പ് സമയത്ത് വെളുപ്പിന് 4:30 തൃപ്രയാർ തേവർ ശ്രീരാമസ്വാമി ആണ്ടിലൊരിക്കൽ ഗുരുനാഥനായ വസിഷ്ഠനെ കാണാൻ വരുന്നതാണ് ഈ പൂരവിശേഷം. അപ്പം അകമ്പടി സേവിച്ച് ദേവീദേവന്മാർ വൈകുണ്ഠത്തിൽ എല്ലാവരും കൂടി ചേർന്ന് വരുന്ന ഒരു വിശേഷമാണ് ഈ ആറാട്ടുപുഴ പൂരം. കാശി വിശ്വനാഥ ക്ഷേത്രം നടടയ്ക്കുന്ന ഏക ദിവസം ഈ ആറാട്ടുപുഴ പൂരം ദിവസമാണ്. ആർക്കും അറിയില്ലത്. അപ്പം അത്ര പ്രശസ്തമായ പൂരമാണ്. അതിൽ നിന്ന് തൃശ്ശൂർ പൂരം മാറിപ്പോയി പിന്നീട് അത് തൃശ്ശൂർ പൂരമായിട്ട് വികസിച്ച് വേറെ തരത്തിലായി തിരിഞ്ഞു. ഇതിൽ പങ്കെടുത്തിരുന്ന പൂര അല്ല, അങ്ങനൊരു വിശേഷമുള്ള ഭൂമിയിലാണ് എൻ്റെ ജനനം. അപ്പോൾ എന്നിൽ സംഗീതമുണ്ടെന്ന് കണ്ടെത്തി ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ചെറുപ്പകാലം മുതൽ പാണ്ടി, പഞ്ചാരി, ചെമ്പട, പഞ്ചവാദ്യം, ഉടുക്കുപാട്ട്, കൊയ്ത്തുപാട്ട്, തൊകലെടുത്തുപാട്ട്, വള്ളംകളിപ്പാട്ട് എന്ന് വേണ്ട നാടോടി ശീലുകൾ മുഴുവൻ ആ കാലത്തിലൊക്കെ കേൾക്കുകയും അതിനോട് ഒരു പ്രീതി എന്നിൽ തന്നെ ജനിക്കുകയും ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. വീട്ടിലാർക്കെങ്കിലും അങ്ങനെ ഒരു സംഗീത താല്പര്യം അല്ലെങ്കിൽ അത് പഠിച്ചവരൊക്കെ ഉണ്ട്? എൻ്റെ അച്ഛൻ പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ നന്നായി പാടുമായിരുന്നു. അച്ഛൻ്റെ പ്രോത്സാഹനമാണ് സത്യത്തിൽ ഞാൻ ഈ വഴിയിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെ ഒരു സ്വതന്ത്രമായ വഴി തിരഞ്ഞെടുത്തത്. അച്ഛൻ അതിനു വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു. സാധ്യമായിട്ട് പാടിയിരുന്നു. ഒന്നും പഠിച്ചിട്ടില്ല. പഠിക്കാതെ തനിച്ചുണ്ടായ ആ ഒരു ടാലൻറ്റ് എത്ര കണ്ട് വിശേഷമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരാളായിരുന്നു അദ്ദേഹം. പിന്നെ കുടുംബകാരണവരായിട്ടൊരാളുണ്ട്. യേശുദാസിൻ്റെ ഫാദറും സെബാസ്റ്റ്യൻ ജോസഫ് ഫാദർ, കുഞ്ഞു ഫാദർ, അഗസ്റ്റിൻ ഫാദർ, ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടി നാടക ലോകത്തിൽ മൈക്കില്ലാത്ത കാലത്ത് നാടകത്തിൽ അഭിനയിക്കുകയും പാടി പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു സങ്കേതത്തിലായിരുന്നു അവർ. അപ്പോൾ അതിൽ മുത്തശ്ശൻ ഒരു പങ്കാളിയാണ്. അപ്പോൾ ആ മുത്തശ്ശൻ എൻ്റെ അച്ഛൻ്റെ വളരെ അച്ഛനായിട്ട് നല്ല ബന്ധവും വീട്ടിലെ തറവാട്ടിലെ കാരണരാണ്. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അദ്ദേഹം വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഒരുപാട് ആൾക്കാരെ സംഗീതം പഠിപ്പിക്കുകയും അവിടെ ആ രാജ്യത്തുള്ള മിക്കവാറും ആൾക്കാരെ സംഗീത അഭിരുചി ഉണ്ടെങ്കിൽ ആശാൻ്റെ അടുത്ത് പോയി പഠിക്കാമെന്നാണ്. ആ കൂട്ടത്തിൽ ഞാനും അവിടെ തന്നെയായിരുന്നു. അച്ഛനായിട്ട് വഴി തിരിച്ചു തന്നു, ബാലപാഠം ഒക്കെ പറഞ്ഞു തന്നു. അപ്പം അന്ന് കാലത്ത് ചവിട്ട് ഹാർമോണിയാണ്. ആ ചവിട്ട് ഹാർമോണിയത്തിൽ കയറി ഇങ്ങനെ സ്റ്റൂളിലിരുന്നിട്ട് ഇങ്ങനെ പിയാനോ പോലെ വായിക്കുന്ന രീതിയാണ്. അപ്പോൾ മൂപ്പർ ഇങ്ങനെ ഓരോരോ സ്ഥാനങ്ങൾ പറഞ്ഞുതരും. ഞാൻ അപ്പോൾ അത് കാണും, വായിക്കും. കൂടെ ഇരിക്കുന്ന 10-16 ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ പാട്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ സ്വരസ്ഥാനങ്ങൾ ജണ്ട് വരിച്ച് മേൽസായി വരിച്ച് ഇതൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഇതിൻ്റെ ബാലപാഠം പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കുകയും ആളൊരു 7:30-8 മണിക്ക് മുൻപായിട്ട് സോപ്പും പെട്ടിയും കൊണ്ട് കുളിക്കാൻ പോകും. അപ്പോൾ എന്നോട് പറയും, ഞാൻ ഈ പറഞ്ഞതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ കുളിച്ച് അരമണിക്കൂറോട് വരാം, ഞാൻ വരുമ്പോഴേക്കും അത് എനിക്ക് പാടി കേൾക്കണം എന്ന് എന്നെ ചെറുപ്പത്തിലേ
ഗുരുനാഥനായ അദ്ദേഹം പറയുമായിരുന്നു, അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഞാനിത് കാണിച്ചു തരുമ്പോൾ അപ്പം എനിക്ക് മനസ്സിലാവും. ഞാൻ പിന്നെ അത് തന്നെ വായിക്കും. പാട്ട് പറഞ്ഞു തന്നാൽ അപ്പം പാടും. പിന്നെ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ എന്ത് കാര്യം പറഞ്ഞാലും കേൾക്കുകയും അത് പാടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ശീലം വളരെ കാലം മുമ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ രംഗത്തേക്ക് ഞാൻ വരാണ്ടായ കാരണം ചെറുപ്പത്തിൽ. അതിന് ഈ ആറാട്ടുപുഴ എന്ന് പറയുന്ന ദേശത്ത് ഈ പുണ്യഭൂമിയിൽ ജനിച്ചതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്നുള്ള വിശ്വാസക്കാരൻ ഞാൻ ഇന്നും അങ്ങനെ വിശ്വസിക്കുക. പിന്നെ മുത്തശ്ശൻ, അദ്ദേഹം ഒന്നും ഇല്ല, വളരെ കാലമായിട്ട് അദ്ദേഹം ഇല്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ ആൾ ഇരിഞ്ഞാലക്കുട ഗോവിന്ദുട്ടി പണിക്കർ എന്നൊരു ആശാണ്ടായിരുന്നു, അവിടെ എന്നെ കൊണ്ടുവിട്ടു. ഇവനെങ്ങനെ വിട്ടാൻ പറ്റില്ല, ഇവന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ്. അപ്പോൾ അവനെ നല്ല സ്ഥലത്ത് കൊണ്ടാക്കണം എന്ന് അച്ഛനും അവരും കൂടി തീരുമാനിച്ചാണ് അന്നൊക്കെ എന്നെ വേറെ സ്ഥലത്ത് കൊണ്ടാക്കിയത്. പിന്നെ അതിന് ശേഷം ഉണ്ടായ വ്യതിയാനങ്ങൾ വേറെയാണ്. പോയാ ഓക്കെ അല്ലേ? ഇപ്പം കർണാടക സംഗീത രംഗത്തേക്കാണ് മാസ്റ്റർ പ്രവേശിച്ചത്. എത്ര മുങ്ങിയാലും മുത്തുച്ചിപ്പി കിട്ടുന്ന മഹാസമുദ്രമാണ് കർണാടക സംഗീതം എന്ന് മാസ്റ്റർ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. ആ സംഗീതം എന്ന് പറഞ്ഞാൽ ദൈവമാകുന്നു, സ്നേഹമാകുന്നു, സമുദ്രമാകുന്നു. ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ഒന്നും ഒരു ശാസ്ത്രമില്ല. ഇതിനേക്കാൾ വലിയ ശാസ്ത്രം ഇല്ല താനും. പക്ഷേ കർണാടക സംഗീത രംഗത്ത് നിന്ന് തുടങ്ങിയെങ്കിലും മാസ്റ്റർ പിന്നീട് പല സംഗീതങ്ങളെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട് അല്ലേ? നാടൻപാട്ടുകൾ, അതുപോലെ തന്നെ കവിതകളും, അതുപോലെ തന്നെ ഭക്തിഗാനങ്ങൾ, ഒത്തിരി നാടകഗാനങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ശരിക്കും കർണാടക സംഗീതജ്ഞർ എന്ന് പറഞ്ഞാൽ ആ ഒരു വഴി കൂടെ മാത്രം സഞ്ചരിക്കുന്ന പലരും ഉണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് മാസ്റ്റർ തുടങ്ങിയത് തന്നെ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പല വഴികളിലേക്കും കൂടെ ശ്രദ്ധ പതിപ്പിക്കാമെന്ന് തോന്നിയത്? കർണാടക സംഗീതം പഠിക്കുക, നമുക്കത് മനസ്സിലാക്കുക, അത് വളരെ ഗൗരവമേറിയൊരു ശാസ്ത്രമായതുകൊണ്ട് ആ വഴിയിലൂടെ നിന്നാൽ ഒരു സംഗീതത്തിനായി മാറി കച്ചേരികൾ ചെയ്യുക, അത് വേറൊരാൾക്കും അതിനോട് താല്പര്യമല്ലാതെ കാലം മാറുന്നതിനനുസരിച്ച് ലളിതഗാന ശാഖയും മറ്റുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ അതിന് കേൾക്കാൻ കൂടുതൽ വരുന്നു. ഈ കർണാടക സംഗീതത്തിനെ കച്ചേരി രീതിയിൽ ചെയ്യുന്ന ഒരാൾക്ക് 100 ആളുണ്ടെങ്കിൽ മറ്റേതിന് 1000-ലേറെ ആളുണ്ടാവും. അപ്പം അങ്ങനൊരു വിശേഷം അതിലുണ്ടെന്നുള്ളത് ചെറുപ്പം മുതൽ എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. ലളിതഗാന ശാഖയിലേക്ക് കടക്കാനും എൻ്റെ മനസ്സ് അതിനുവേണ്ടി തയ്യാറായി. അതിൻ്റെ കാരണം തന്നെ പാട്ടുകൾ എന്താണെന്നുള്ള പരിശോധന ഒരു സമയമായപ്പോൾ എന്താണൊരു പാട്ട്, എങ്ങനെയാണ് ഒരു പാട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഉള്ളിലേക്ക് മനസ്സിലാക്കാൻ ശ്രമം തുടങ്ങി. അപ്പോൾ കവിതകളുടെ ആശയം ഒരു 4 വരി കിട്ടിയാൽ ആ 4 വരിയുടെ അർത്ഥം മനസ്സിലാക്കി അത് കൃത്യമായ രീതിയിൽ സംഗീതാവിഷ്കരണം ചെയ്ത് എങ്ങനെ പാടാം, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാള നാട്ടിൽ പണ്ട് കാലത്ത് നാടോടി ഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, സിനിമാ ഗാനങ്ങൾ, വിപ്ലവ ഗാനങ്ങൾ, ഇതൊക്കെ കേട്ട് ഇതാരായി വ്യക്തി എന്നുള്ള മനസ്സിലെ ആലോചന വന്നപ്പോൾ ഈ ആളിത് കാണണം, ഇങ്ങനെ ഒന്ന് കണ്ട് പരിചയപ്പെടാൻ മനസ്സ് കൊതിച്ചു. അങ്ങനെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നാട് വിട്ട് പോയിട്ട് ഇതാരാന്ന് കണ്ടെത്തിയപ്പോൾ ഇത് സാക്ഷാൽ ദേവരാജ മാഷാന്ന് മനസ്സിലായി. ആ കഥയിലേക്കാണ് ഇപ്പൊ വരുന്നത്. അതൊരു വലിയ തുടക്കമായിരുന്നു അല്ലേ? കാരണം ആ ഒരു പ്രായത്തില്, ഒരു കൗമാരത്തിലേക്ക് കടക്കുന്ന പ്രായമാണ്. ആ പ്രായത്തിലാണ് ദേവരാജ മാഷെ പോലുള്ള വലിയൊരു മഹാമേരു എന്ന് തന്നെ പറയാവുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് അങ്ങനെ അന്വേഷിച്ച് ഞാൻ പോയതാ. ഈ പാട്ടുകൾ കേട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളെക്കുറിച്ച് മനസ്സിലായപ്പോൾ ആ മഹാനെ പോയി കാണണം എന്ന് വിചാരിച്ച് പോയത് അങ്ങനെയാണ് ദേവരാജ മാഷ കാണുന്നതും. ദേവരാജ മാഷ എന്നെ ആദ്യ സിനിമാ ഗാനമായിട്ട് അദ്ദേഹം ചെയ്ത ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കിയ ആള് മെഹബൂബിനോടൊപ്പം ഒരു പാട്ട് കോറസ് പാടിച്ച് ഓടയിൽ നിന്നുള്ള സിനിമയ്ക്ക് വേണ്ടി പാടിക്കുക. 1965. അങ്ങനെ പാട്ടുകാരനാകാൻ വേണ്ടി എന്നെ രംഗത്തേക്ക് വയലാറിൻ്റെ പാട്ട് പാടി അത് അദ്ദേഹം ഉണ്ടാക്കി ഇരുത്തി പഠിപ്പിച്ച് മെഹബൂബിനോടൊപ്പം പാടിച്ച ആദ്യത്തെ അനുഭവം അതാണ് നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആരാണോ ഇന്നും ആ ഒരു ഗുരുനാഥനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്.
ഇപ്പൊ ഈ അന്ന് ഇപ്പൊ ഒരു എട്ടാം ക്ലാസ്സുകാരൻ ചെന്ന് എത്തിപ്പെട്ട ആ ഒരു മദിരാശി പട്ടണം അല്ലെ, മദിരാശി എന്നാണല്ലോ അക്കാലത്തൊക്കെ പറയാം, ബ്രിട്ടീഷുകാർ പറയുന്ന മദ്രാസ് അല്ലെ, ഇന്നത്തെ ചെന്നൈ ഒക്കെ ആവുന്നതിന് എത്രയോ കാലം മുമ്പ്, അതായത് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു നഗരമാണ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം ചലച്ചിത്ര മേഖലയാണ്. അതായത് ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര മേഖല കേന്ദ്രീകൃതമായിരിക്കുന്നത് മദ്രാസിലായിരുന്നു. ആ ഒരു കാലത്തെ ആ ഒരു പട്ടണത്തിന്റെ ഒരു സാധ്യതകളും അതുപോലെ തന്നെ ആ കാഴ്ചാനുഭവങ്ങളും അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന അതൊക്കെ ഓർമ്മയുണ്ടോ ശരിക്കും? അന്നത്തെ കാലത്ത് പറയുന്നത് ഇത്രയും വലിയ കെട്ടിടങ്ങളോ ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടുള്ള രീതി അല്ലല്ലോ. പണ്ട് കാലത്ത് ഈ കോടമ്പക്കം ബ്രിഡ്ജ് ഇറങ്ങി വന്നാൽ അതിൻ്റെ താഴെ റൈറ്റ് തിരിഞ്ഞു പോയ സാലിഗ്രാമം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട്. കോടമ്പക്കത്തേക്ക് നേരെ പോകാം. പിന്നെ അവിടെ നിന്ന് പോറൂർ വഴി അങ്ങനെ കുറച്ച് ദൂരങ്ങളിൽ പോകാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഞാൻ ഈ ഭരണ സ്റ്റുഡിയോ ഒക്കെ ഇരിക്കുന്നത് അവിടെ അടുത്താണ്, സാലിഗ്രാമത്തിൽ താമസം. പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാർ, പ്രൈം മിനിസ്റ്ററിൻ്റെ വീടും ദേവരായ മാഷ് വീടും അങ്ങനെയുള്ള ആൾക്കാർക്ക് താമസിച്ചിരുന്ന വീടും ബഹദൂറും ഇവരൊക്കെ വീടൊക്കെ എവിടെയാണ്, സത്യം മാഷൊക്കെ അവരൊക്കെ എവിടെ താമസിച്ചിരുന്നൊക്കെ എനിക്കറിയാം. ഇത് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ പോയി കാണല്ലേ, ഈ നടന്ന് ഇത് പോയി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു പ്രായത്തിലെ ആരാധനാപാത്രങ്ങളായിരിക്കുമല്ലേ ഇവരൊക്കെ. പ്രേംനസീറിന്റെ സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ അന്നൊക്കെ അത്രയും കത്തി നിൽക്കുന്ന ഒരു സമയത്തെ നായകനായിരുന്നല്ലോ. അല്ല, അങ്ങനെയാണ് എൻ്റെ ഈ സംഗീതത്തിനോടുള്ള ഒരു അഭിരുചി എന്നിലുണ്ടെന്ന് മനസ്സിലാക്കി എൻ്റെ പ്രയത്നം, ഇതിനോടുള്ള ഡെഡിക്കേഷനും, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് എൻ്റേതാകണം എന്നുള്ള വിശ്വാസവും അങ്ങനെയാണ് വന്നത്. മനഃപൂർവ്വമല്ല. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ എൻ്റെ മാത്രമായിരിക്കും. വേറെ ഒരു ഗുരുനാഥന്മാരുടെയോ വേറെ ഏതെങ്കിലും ഒരു കക്ഷിയുടെയോ ഒരു ഫ്രേസും വന്ന് പെടുകയോ ഒരു ഈണത്തിൻ്റെ ശകലം വരികയോ ചെയ്യാറില്ല. അതാണ് സ്വതന്ത്രത. ഇൻഡിവിജ്വാലിറ്റി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് അങ്ങനെ. നമ്മൾ സ്വതന്ത്രന്മാരാകുക, നമ്മളായി നിൽക്കാൻ കഴിയുക. ഇത് എല്ലാവർക്കും ബാധകമാണ്. അവനവൻ്റെ വ്യക്തിത്വം, നമ്മുടെ സിഗ്നേച്ചർ രേഖപ്പെടുത്തുക, നമ്മളെ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ ആക്കി മാറ്റാൻ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അങ്ങനെ എനിക്ക് മനഃപൂർവ്വമല്ല, ചെയ്തപ്പോൾ അങ്ങനെ വന്നു. അങ്ങനെയാണ് കൽപ്പാന്തകാലത്തോളം എന്നുള്ള പാട്ട് അങ്ങനെ വന്നത്. ആ ഒരു അനുഭവത്തെ കുറിച്ചും കൂടെ പറയൂ. കാരണം ആദ്യത്തെ പാട്ട് തിരശ്ശീല ഇതിൽ വരികയാണ്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് വന്ന പാട്ട് ഒ.എൻ.വി. സാറും ഞാനും കൂടി ചെയ്ത എസ് ജാനയെ കൊണ്ട് പാടിച്ച പാട്ട് ആഗമനം എന്ന സിനിമ, അതാണ് റിലീസ് ചെയ്തത്. അത് കൽപ്പാന്തകാലത്തോളം സൂപ്പർ ഹിറ്റായി 5 കൊല്ലത്തിന് ശേഷമാണ് ഈ പടം ഇറങ്ങുന്നത്. 84 എന്ന് പറയുന്നത് 78 റെക്കോർഡിങ്, 78-79 അതിൻ്റെ എന്നാണ് എൻ്റെ ഓർമ്മ. അത് റെക്കോർഡ് ചെയ്തത് 84 പടം ഇറങ്ങിയതാണ്. 1984 കൽപ്പാന്തകാലത്തോളം എന്നുള്ള ജനങ്ങൾക്ക് അറിയാം. പക്ഷെ ആ പടം ഇറങ്ങിയ വർഷമാണ് 84. അതിന് മുൻപേ റെക്കോർഡിങ് കഴിഞ്ഞതാണ്. അത് ഹിറ്റായതിനു ശേഷമാണ് ആഗമനം, വീണപൂ, അഷ്ടപതി ഇതൊക്കെ ചെയ്തത്. അപ്പം ആദ്യത്തെ പാട്ട് കൽപ്പാന്തകാലത്തോളം തന്നെ. ഇറങ്ങിയ സിനിമ ആഗമനം, നന്ദിയാറോട്ടത്തിന് പൂവുകൊണ്ട്, നടുമലർ വിളക്കൽ ചാന്തുകൊണ്ട് എന്നുള്ള യേശുദാസ് പാടിയ പാട്ട്, കൃഷ്ണവർണ്ണ മേനിയാർന്ന മേഘമേ നീ സ്വർഗംഗയിൽ കുളിച്ച് ചെപ്പുക്കുടം നിറച്ച് നൃത്തമാടി വാ, നൃത്തമാടി ആടി വാ, വാ വാ വാ. ഇതാണ് നമ്മുടെ ജാനകിയമ്മ പാടിയ എൻ്റെ പാട്ട്. അതിഗംഭീരമായിട്ട് ഇപ്പോൾ അവരുടെ മരണശേഷം ആൾക്കാരൊക്കെ എൻ്റെ സീൻ ഉൾപ്പെടെ എനിക്ക് ആ പാട്ട് എൻ്റെ ഇല്ലായിരുന്നു, എനിക്ക് അയച്ചു തന്നു. അത് സോമനും ശ്രീവിദ്യ. പണ്ടത്തെ കാലത്തെ ടെക്നോളജിയും അന്നത്തെ ടേക്കിങ്സും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമ്മൾ പണ്ട് കാലത്തുണ്ടായിരുന്ന സിനിമയുടെ രീതിയല്ലല്ലോ ഇന്ന്. അപ്പോൾ ആ ഒരു വ്യത്യാസമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ പാട്ട് നല്ല മെലഡി, നല്ല സുഖമായിട്ട് അമ്മ പാടിയിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ സിനിമയായിട്ടുള്ള ബന്ധത്തിൽ വന്നത്. ഇപ്പോൾ ഒരു കർണാടക സംഗീത ഗായകനായിട്ടാണ് തുടക്കം, പിന്നീടാണ് സംഗീത സംവിധാനത്തിലേക്ക് വന്നത്. ഏത് മേഖലയാണ് ശരിക്കും ഇഷ്ടം? ആലാപനമാണോ അതോ സംഗീത സംവിധാനമാണോ? 2 മേഖലയിലും പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച് നടന്നതാണ്. ഏത് പാട്ടും കേട്ടാലപ്പോൾ പാടുക. എന്തെങ്കിലും ഒരു പാട്ടിൻ്റെ വരി ഏതെങ്കിലും ആളെ കെട്ടി ആ ട്യൂണും കേട്ട് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്ത് പാടാൻ അതിവേഗം അത് പഠിച്ച് പാടുന്ന ശീലം ചെറുപ്പമുണ്ട്. ഒരുപാട് വേദികളൊക്കെ അന്ന് പോയി പാടിയിട്ടുണ്ട്. എന്നെ കൊണ്ടുപോയിട്ട് രാഷ്ട്രീയ മീറ്റിങ്ങുകൾക്കും ഒരുപാട് നാടകങ്ങൾക്കൊക്കെ ആൾക്കാർ പാടിച്ചിരുന്നു.
ഞാനൊരു സമയത്ത് ട്രൗസറൊക്കെ ഇട്ടിട്ട് തൃപ്രയാർന്ന് സലീം എന്ന് പറഞ്ഞൊരു ഒരാള് ഒരു സൈക്കിൾ കൊണ്ടുവന്ന് അതിൻ്റെ തണ്ടിൽ തന്നെ ഇരുത്തിയിട്ട് പാടാൻ കൊണ്ടുപോയിട്ടുണ്ട്. അത് ഞാൻ ഫീമെയിൽ വോയിസിൽ അന്ന് പാടുന്നത് ചെറിയ കുട്ടിയല്ലേ, ആ പാടുന്ന സമയത്ത് ചക്കരമത്തം എന്നുള്ള സിനിമയ്ക്ക് ബഹദൂർ അഭിനയിക്കുന്ന മൊയ്തു പടിയത്തിൻ്റെ അതിൽ പാടാൻ പോയതാണ്. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. എന്നിട്ട് ഉമ്മ സിനിമയുടെ ഷൂട്ടിങ്ങിന് മുടി മുണ്ടനും ചെയ്തിട്ട് മുട്ടത്തലേനായിട്ടാണ് ബഹദൂർക്ക് വന്നത്. ആൾ വന്നിട്ട് ചട്ടപ്പൂട്ട് പപ്പടം കടല ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ചു ബഹദൂർക്ക് കൂടിയിട്ട്. ആ വീട്ടിൽ അങ്ങനെയാണ് ആ ചക്രമത്തെ നാടകം ടിക്കറ്റ് വെച്ച് കളിക്കുന്ന നാടകത്തിൽ പാട്ടുകാരായി പോയിട്ടുള്ള. പിന്നെ അനവധി പാടങ്ങൾക്ക് തന്നെ പാടാൻ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹിച്ച് പോയ ആളാണ് പിന്നീട് കമ്പോസറായിട്ട് മാറിയത്. അന്നും പാടും ഇന്നും പാടുന്നുണ്ട്. പക്ഷെ ആൾക്കാർക്ക് മനസ്സിലായിട്ട് എന്നെ വിളിച്ച് പാടിക്കണ്ടേ. ഇപ്പം പാട്ടുകാരെ എന്നെ വിളിച്ച് പാടിക്കുക ആൾക്കാർ ഒരു പാട്ട് പാടിക്കണം എന്നുള്ളത് ഓരോ ദിവസവും ചർച്ച നടക്കുന്നുണ്ട്. അതിൻ്റെ അനുഭവം എനിക്ക് ഉണ്ട് താനും. എന്നും മിക്കവാറും ആൾക്കാരൊന്നും ഓരോന്ന് പഠിച്ച് സിനിമയാണോ നാടകമാണോ ആൽബമാണോ ഇതൊന്നും എനിക്കറിയില്ല, ചോദിക്കാറുമില്ല. അത് പാടിക്കൊണ്ടിരിക്കുക, പാടുന്നുണ്ട്, പാടാനുണ്ട് ഇഷ്ടം, നല്ല സന്തോഷമാണ്. അതിന് ആരും വിളിക്കുന്നില്ല എന്നുണ്ടപ്പോൾ റൂട്ടൊന്നും മാറ്റിയത് ഞാൻ. അങ്ങനെയാണ് കമ്പോസിങ് റൂട്ടിലേക്ക് വന്നത്. അപ്പോൾ ചെയ്യുന്ന പാട്ടൊക്കെ എൻ്റെ ഇത് മാറി നിൽക്കുന്നു, ആൾക്കാർ താല്പര്യപ്പെടുന്നു. എന്നാലും ഞാൻ പാടി കേൾക്കുന്ന മാതിരി അല്ല ആര് പാടിയാലും വരുന്നത്, അത് ജനങ്ങൾക്കറിയാം. അപ്പോൾ പാട്ടുകാരനാകാനാണ് ആഗ്രഹം ശരിക്കും. അത് നടക്കാതെ വന്നപ്പോഴാണ് കമ്പോസറായി. ഇപ്പൊ മാസ്റ്റർ പറഞ്ഞല്ലോ നാടകങ്ങൾക്കൊക്കെ ഒരുപാട് പോയിട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ലൈവ് പാട്ടായിരിക്കും അല്ലേ അന്നൊക്കെ? തീർച്ചയായിട്ടും. അതെ. ഇപ്പൊ അന്നത്തെ ഒരു നാടക ഗാനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സിനിമാ ഗാനങ്ങളോളം തന്നെ ജനപ്രിയമായിരുന്നു നാടകരംഗം. പിന്നെ അപ്പോ അന്നത്തെ ആ പാട്ടുകളും അതെ. ഇപ്പൊ KPSCയുടെ ഒക്കെ നാടകങ്ങളും അതിൽ നാടക ഗാനങ്ങൾ എന്നൊക്കെ പറയുമ്പോ ദേവരാജ മാസ്റ്ററും ഒക്കെ ഈണം പകർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ONV കുറുപ്പ് സാറ്, അതെ അതെ രാഘവ മാഷ്, അവരൊക്കെ വരികൾ എഴുതിയിട്ടും ഒക്കെ സമ്പുഷ്ടമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. എല്ലാം കേൾക്കുന്നതും കാണുന്നതും നമ്മൾ പാടുന്നതൊക്കെ അത് തന്നെയാണ്. നാടകങ്ങൾക്കും ഒരുപാട് എതിർപ്പുകളും ഒക്കെ വന്നിരുന്ന ഒരു കാലമാണ്. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പാടാൻ പോകുമ്പോഴൊക്കെ? നാടകത്തിനൊക്കെ പോയി പങ്കെടുക്കുമ്പോൾ പലതരത്തിലുള്ള മത്സരങ്ങളും പലതരത്തിലുള്ള പോസിറ്റീവ് എനർജി അല്ലാണ്ട് നെഗറ്റീവായിട്ടൊക്കെ പലതും അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ആരും കുറ്റമല്ല, ആ സാഹചര്യമാണ്. അന്ന് അങ്ങനെയായിരുന്നു. ഒരു പാട്ടുണ്ടാക്കി നാടകത്തിന് വേണ്ടി ഉണ്ടാക്കി അത് നാടകത്തിലേക്ക് വേണ്ട സിനിമയ്ക്ക് മതിയെന്ന് തീരുമാനിച്ചിട്ടുള്ള ആൾക്കാരുമുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ SL പുരത്തിൻ്റെ നാടകം ചെയ്തിട്ടുണ്ട്. ഞാറമൂടുകാരുടെ നാടകം ട്രിവാൻഡ്രത്തിൽ നിരന്തര സഞ്ചാരമായിരിക്കില്ല എന്നൊക്കെ. ഞാൻ ചെയ്തൊരു നാടകത്തിൻ്റെ പാട്ടുകൾ പിരപ്പങ്കോട് മുരളി എന്ന് പറയുന്ന ആള് ONV സാറിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം എഴുതിയ പാട്ടുകൾ സംഗീതം ചെയ്ത് 6 പാട്ടുകൾ ഉണ്ടാക്കി. നമ്മുടെ ഭാവഗായകൻ ജയേട്ടൻ 2 പാട്ട്, അരുന്ധതി 1 പാട്ട്, അങ്ങനെ പലരെ കൊണ്ടും പാടിച്ച് സൂപ്പർ ഹിറ്റ്. ഇത് കാസറ്റ് രൂപേണ നാടക ഇനോഗ്രേഷൻ സമയത്ത് EMS നമ്പൂതിരിപ്പാടിന് ONV സാറ് ഒരു പ്രതി കൊടുത്തുകൊണ്ട് പ്രകാശനം ചെയ്തു. അത് ഞാനവിടെ പുറത്തിരിക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു സാഹചര്യമായിരുന്നു. ഈ പാട്ട് അവർ നാടകം നടക്കുന്ന സ്ഥലത്തൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ കാസറ്റുകൾ വിൽക്കും. അങ്ങനെ കുറേ കാസറ്റ് അവർ വിറ്റ് പോയിട്ടുണ്ട്. സ്നേഹിച്ച് തീരാത്ത ഗന്ധർവൻ നാടകത്തിൻ്റെ പേര്. ചങ്ങമ്പുഴയുടെ ജീവിത കഥയാണ്. അത് നാടകമാക്കി അതിന് സംഗീതം ചെയ്തത് ഞാനാണ്. അങ്ങനെ ഒരുപാട് SL നാടകം, അങ്ങനെ ഒരുപാട് നാടകങ്ങൾക്ക് പണ്ട് കാലത്ത് കാലടി ഗോപിയുടെ നാടകത്തിന് പോയിട്ടാണ് കൽപ്പാന്തകാലം ഉണ്ടാവുന്നത്. അത് സാഹചര്യങ്ങളാണ്. അതൊന്ന് വിവരിക്കാമോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കൽപ്പാന്തകാലം? മാസ്റ്ററുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് ഈ കൽപ്പാന്തകാലത്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്. അതിനുശേഷവും നല്ല ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എപ്പോഴും മാസ്റ്ററുടെ ഒരു കയ്യൊപ്പ് എന്ന് പറയുന്നത് കൽപ്പാന്തകാലത്തോളം എന്ന് പറയുന്ന ഗാനം തന്നെയാണ്. എന്നെ കാണുമ്പോൾ പേരോർമ്മയിലുണ്ട്, കൽപ്പാന്തകാലത്തേ പോണു എന്ന് പോലും പറഞ്ഞവരുണ്ട്. അത് വളരെ സ്വാധീനം ചെലുത്തിയ ഒരു പാട്ടായി എൻ്റെ പേര് നിൽക്കുന്നു എന്നുള്ള അഭിമാന പുരസ്കാരം നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. അത് നമുക്ക് വലിയ അഭിമാനമായിട്ട് തോന്നാം. അതിലേക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഗാനം രൂപപ്പെടുത്തുന്നതിന് പിന്നിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അത് നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നല്ല മദ്രാസിൽ നിന്ന് നാട് വിട്ട് വന്ന് ഇവിടെ എത്തിയപ്പോൾ നാടകങ്ങൾക്ക് സംഗീതം ചെയ്യുക. മുല്ലനേഴി, GK പള്ളത്ത്, അതേമാതിരി തന്നെ അഷ്ടമിച്ചിറ പ്രദീപ്,
അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ രചന സംഗീതാവിഷ്കരണം ചെയ്ത് നാടകത്തിലൂടെ ഉൾപ്പെടുത്തും. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് പുന്നപ്ര താമ്പൂരിൻ്റെ പ്രണവം എന്ന പേരിലൊരു നാടകം ഞാനും മുല്ലനഴി സംഗീത വിഭാഗം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാലടി ഗോപിയുടെ ഈ ട്രൂപ്പുകൾ ഇനോഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ട്രൂപ്പുകാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യും ഇനോഗ്രേഷൻ സമയത്ത്. അപ്പോൾ അവർക്ക് ലെറ്റർ അയച്ച് അവരും ഈ നാടകം കാണാൻ പങ്കാളികളാക്കും. അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് ഈ നാടകം റീജിയണൽ തിയേറ്റർ നടക്കുമ്പോൾ കാലടി ഗോപിയും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയും കൂടി ഗ്രീൻ റൂമിലേക്ക് വന്ന് എന്നെ കണ്ടു. നാടകം പോരാ, പക്ഷേ പാട്ടുകൾ പറയാതിരിക്കാൻ പറ്റുക അതിഗംഭീരമായിട്ടുണ്ട്. ഞങ്ങൾക്കത് കേട്ടിട്ട് വന്ന് മാഷത് കാണണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. എന്നാൽ ഗ്രീൻ റൂമിൽ വന്ന് എന്നെ പരിചയപ്പെട്ട് എൻ്റെ ഈ വർഷത്തെ നാടകത്തിന് സംഗീതം ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയതാ. അങ്ങനെ ചെന്ന് കാലടി ഗോപി നാടകരചനയും ശ്രീമൂലനഗരം വിജയൻ എന്ന് പറയുന്ന പ്രശസ്തനായ എഴുത്തുകാരൻ, സംവിധായകൻ, ഗാനരചയിതാവ് എല്ലാമായ അദ്ദേഹം അവിടെ നാടക സംവിധാനമാണ്. അങ്ങനെ ഞാൻ മ്യൂസിക്കിന് ചെന്നപ്പോൾ ഈ മ്യൂസിക്കിന് ചെന്ന സമയത്ത് നാടകത്തിൻ്റെ പേര് രംഗം എന്നാണ്. 4 സീനുകളുള്ള ഒരു നാടകം. അത് ഓരോ സീനും എഴുതി കഴിഞ്ഞ് പെർഫെക്റ്റ് റിഹേഴ്സൽ കഴിഞ്ഞിട്ട് 2ാമത് സീൻ അദ്ദേഹം കൊടുക്കൂ റിഹേഴ്സൽ ചെയ്യാൻ. അപ്പം ഒരുപാട് നടിതാരന്മാരവിടെ പഠിക്കുകയും ചില ആൾക്കാർ ചില നന്നാകാതെ ചീത്ത പറഞ്ഞ് ഓടിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഞാൻ കാണാം. അങ്ങനെ അതിനാണ് ഞാൻ സംഗീതം ചെയ്യാൻ പോയത്. അപ്പം നാടകത്തിന് 4 രംഗങ്ങളുള്ള നാടകത്തിന് സംഗീതം, പശ്ചാത്തല സംഗീതം മാത്രമേ വേണ്ടൂ, പാട്ടുകളില്ല. അങ്ങനെ ആ പരിപാടി വളരെ സന്തോഷമായിട്ട് നടന്നു. അപ്പോൾ ഈ ശ്രീമൂലനഗരം വിജയനായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹത്തിനൊരു സ്വന്തം ട്രൂപ്പുണ്ട്. ആ ട്രൂപ്പ് ശ്രീമൂലനഗരത്ത് നടക്കുന്ന ആളുടെ സ്വന്തമായ ട്രൂപ്പിൽ 5 പാട്ടുകളുണ്ട്. അത് വേറെ ആൾ സംഗീതം ചെയ്തതാണ്. ആ 5 പാട്ടിൽ ഒരു പാട്ടായിരുന്നു പോലും കൽപ്പാന്തകാലത്തോളം. അത് ചെയ്യുമ്പോൾ വിചാരിച്ചിരുന്നു ഇത്രയും വലിയ ഹിറ്റാവും, എന്നാൽ കാലങ്ങളോളം അത് അതിജീവിച്ച് നിൽക്കുമെന്നൊക്കെ തോന്നിയിരുന്നു മാസ്റ്റർ? അതൊന്നും തോന്നിയില്ല. 4 പാട്ടുകളിൽ ഒരു പാട്ട് അദ്ദേഹം മാറ്റിവെച്ചു. ഇതിൻ്റെ വരികൾക്ക് ഇങ്ങനെയല്ല സംഗീതം, എനിക്ക് തൃപ്തിയായിട്ടില്ല. അതുകൊണ്ട് 15 നാടകത്തിനും മറ്റോ പാടി കഴിഞ്ഞാൽ ആ പാട്ട് മാറ്റിവെച്ച് അവിടെ നിർത്തി. ആള് പിന്നീട് എന്നോട് പറയാം ഇങ്ങനൊരു സംഭവം. അപ്പോൾ വേറെ ആൾ ചെയ്തത് ഞാൻ ചെയ്യാനുള്ള താല്പര്യക്കുറവ് കാണിച്ചപ്പോൾ അത് കേട്ടിട്ടില്ലല്ലോ സംഗീതമൊന്നും ഇല്ല. അപ്പോൾ ഫ്രഷായിട്ട് അങ്ങോട്ട് ചെയ്തോളൂ, ഇതൊന്നും അന്വേഷിക്കേണ്ടത്, സിനിമയ്ക്ക് വേണ്ടി നമുക്ക് യേശുദാസിനെ കൊണ്ട് പാടിക്കാം. അപ്പോൾ എനിക്ക് ഉണർവായി, സന്തോഷമായി. ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് വേണ്ടി നമുക്ക് ഈ ഒരു പാട്ട് ഉൾപ്പെടുത്താം, സിനിമ ചെയ്തുകൂടെ, നമുക്ക് സിനിമ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ക്ഷണിക്കുക അദ്ദേഹം. ആ ബന്ധത്തിലാണ് എൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെടുന്നതും ഈ കൽപ്പാന്തകാലത്തുള്ള പാട്ട് ഉണ്ടാക്കുന്നതും. അന്ന് ഒരുപാട് കാലങ്ങളോളം ഞാൻ കൊണ്ടു നടന്ന് അവസാനം ആ പാട്ടായി തീർന്ന് ഒരു തൃപ്തി വന്നപ്പോഴാണ് ഞാനത് ഉറപ്പിച്ചത്. പക്ഷെ ഇത്ര ഹിറ്റാവുന്നോ ഇത്ര ജനം സ്വീകരിക്കുന്നുള്ള ധാരണ എനിക്ക് അന്നുമില്ല. പക്ഷെ അത് വളരെ പോപ്പുലറായി, ജനങ്ങൾക്ക് വളരെ സ്വീകാര്യമായി എന്നുള്ളത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ പേരറിയാത്ത ആൾക്കാർ കൽപ്പാന്തകാലം പോകണമെന്ന് പറഞ്ഞല്ലേ, അതുപോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അത്ര സ്വാധീനം അനവധി പാട്ടുകൾ വേറെയുണ്ട്. എന്നിരുന്നാലും ഇതിൽ നിർത്തിക്കുക തന്നെ ആൾക്കാർ. ഇനിയിപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ഗാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിഭ്രാന്തിയുടെ ഒരു ലോകത്തെ വരച്ചു കാട്ടുന്ന കാവ്യാത്മകമായിട്ടുള്ള ഗാനമാണ് നഷ്ടസ്വർഗങ്ങളെ. കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മൾ ഒരുപാട് അതിലേക്ക് അങ്ങോട്ട് ഇഴുകിച്ചേരും. ആ ഒരു സിനിമയുടെ ഒരു മൊത്തം ഭാവം ആ ഗാനത്തിലുണ്ട്. വളരെ ഇന്നും എല്ലാവരും ഏറ്റുവാങ്ങുന്ന ഒരു ദുഃഖകരമായിട്ടുള്ള ശോകഗാനം തന്നെ പറയാം. പക്ഷെ അത്രയും എന്താ പറയാ, വല്ലാണ്ട് ഫീല് തരുന്ന ഒരു പാട്ടാണ്. അതൊരു തീവണ്ടി യാത്രയുടെ ഇടയിലാണ് അതിന്റെ വീണപൂ സിനിമ ഈ പാട്ട്. അതെ, അല്ല ഞാൻ പറയുന്നത് ആ ഗാനത്തിന്റെ ആ ട്യൂൺ ഉണ്ടാക്കുന്നത് തീവണ്ടി യാത്രയുടെ ഇടയിലാണെന്ന് കേട്ടിട്ടുണ്ട്. അതേക്കുറിച്ചൊന്ന് പറയാമോ? ആ പാട്ട് തമ്പി സാർ എഴുതി, എനിക്ക് വരികൾ പറഞ്ഞ് 4 വരി എഴുതിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് 4 വരി എഴുതിയെടുത്തു. ബാക്കിയുള്ള വരികൾ ഞാൻ ട്രെയിനിൽ നിന്ന് വൈകിട്ട് കൊടുത്തുവിടും. അപ്പോൾ വിദ്യാധരൻ രാവിലെ ആ ട്രെയിനിൽ കയറിയിട്ടാണ് ട്രിവാൻഡ്രത്തിൽ പോകാമെന്നാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവരോട് പറഞ്ഞത്.
അപ്പോൾ ഇതവിടെ ചെന്നിട്ട് യേശുദാസിനെ കൊണ്ട് നേരിട്ട് പാടിക്കേണ്ടതാണ്. കൊണ്ടുപോയിക്കോളൂ, രാവിലെ ആ ട്രെയിനിൽ ബാലൻസ് ഞാൻ കൊടുത്തു വിടാം എന്ന് തമ്പി സാഹ് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ കേൾക്കുന്നത്. ഞാനത് വായിച്ച് കേട്ടപ്പോൾ സന്തോഷമായി, അതിമനോഹരമായിട്ടും സാറ്. അപ്പോൾ ഈ ശ്രീകുമാരൻ തമ്പിയെ ഞാൻ കണ്ടിട്ടില്ല, അനവധി പാട്ടുകൾ കേൾക്കുന്നു, ആരാധനയുള്ള ഒരാളാണ്. പക്ഷെ ആളെ സംസാരിക്കുന്നത് ഈ ഒരു പാട്ടിന് വേണ്ടിയാണ് ടെലിഫോണിൽ. അങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്നിട്ടാണ് ഈ പാട്ട് ചെയ്തത്. അപ്പോൾ ട്രെയിനിലിരുന്നിട്ട് ഈ പാട്ടുകൾ ഇങ്ങനെ പരിശോധിക്കുക, കുറേ സമയമുണ്ടല്ലോ തൃശ്ശൂരിൽ നിന്ന്. ഇങ്ങനെ നോക്കും, കുറച്ച് ചുരുട്ടി അവിടെ കവറിൻ്റെ ഉള്ളിലേക്ക് തന്നെ വയ്ക്കും. ബാത്റൂമിൽ പോകുക, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാതിരിക്കുക, അസ്വസ്ഥനായ ആകെ എന്താ വേണ്ടത് വെച്ചില്ല. യേശുദാസ് പാടുന്നൊരു പാട്ടല്ലേ, അതെന്തെങ്കിലും ചെയ്താൽ പറ്റില്ലല്ലോ, അത് നല്ലൊരു പാട്ടായി വരണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഈണം ഏത് തരത്തിലാകണം എന്നുള്ളത് ചിന്തിച്ച് ഒരുപാട് രാഗാസൊക്കെ ചെക്ക് ചെയ്ത് അതിലൊക്കെ ഇത് പാടി നോക്കി അവസാനം ഒരു രീതിയിൽ ഇതിൽ മതി എന്നങ്ങ് തീരുമാനിച്ച് അവിടെ ചെല്ലുക. പിന്നെ അത് മോഡിഫൈ ചെയ്ത് ശരിയാക്കി കീർത്തി ഹോട്ടലിൽ നിന്നുള്ള ശരിയാക്കണം. ദാസേട്ടൻ കൊണ്ട് പിന്നെ പാടിക്കുക. ആ പാടുന്ന സമയത്ത് ദാസേട്ടൻ എന്നെ വിളിച്ച് ഒന്നിച്ച് പാടാന്ന് പറഞ്ഞിട്ട് ബൂത്തിൽ വോയിസ് റൂമിൽ വെച്ചിട്ട് ഞങ്ങളെ രണ്ടുപേരും ആളും ഞാനും ഒന്നിച്ച് നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറക്കുക. ആ മറക്കാതിരിക്കാൻ വരികൾ പാടി കേൾക്കുമ്പോൾ ഇൻസ്പിറേഷൻ, ആ വരികൾ എങ്ങനെയാണ് ആ ഞാനും പാടുന്നു എന്ന് പറയുമ്പോൾ ഓർമ്മയിലേക്ക് അങ്ങനെ പുതുക്കി വരുന്നത്. അങ്ങനെ ടെക്നിക്ക് മൂപ്പര് യൂസ് ചെയ്തു. അപ്പോൾ അവിടെ കൺസോളിലാണെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കില്ല, മ്യൂട്ട് ചെയ്ത് വെക്കുക, മൂപ്പരെ മാത്രം കേൾക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കൊടുക്കാതെ അവിടെ കേൾക്കില്ലല്ലോ, ദാസേട്ട് മാത്രമേ കേൾക്കുള്ളൂ എന്നായിരിക്കും ആ ടെക്നോളജി. അങ്ങനെ നിന്നിട്ടാണ് ഈ പാട്ട് പാടി. പിന്നെ അത് ഓക്കെ ടേക്ക് കഴിഞ്ഞിട്ട് കേട്ടപ്പോൾ, ആ സ്പീക്കറിൽ കേട്ടപ്പോൾ ഇനിയൊന്നും പറയാൻ പറ്റില്ല, അത്ര എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ടായ നിമിഷമാണ്. അത് അസാധ്യമായിട്ട് ജനം സ്വീകരിക്കുകയും ചെയ്തു. ഇന്നും അതെ, ഇന്നും ഒരുപാട് പേരത് കേൾക്കും. അതുപോലെ തന്നെ ഈ യൂട്യൂബിലൊക്കെ നമ്മൾ കമന്റ്സ് ഒക്കെ അപ്പം തന്നെ കാണുന്നുണ്ട്. എത്രയോ കാലം മുമ്പ് ഇറങ്ങിയ പാട്ടാണ് അല്ലേ അത്. അതിന്റെ രംഗചിത്രീകരണം അതെ വളരെ മികച്ച ഒരു രംഗചിത്രീകരണമായിരുന്നു. അപ്പൊ എല്ലാം കൂടെ ഒത്തുചേർന്നൊരു നല്ല ഗാനം പിറന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ 80കളിൽ എനിക്ക് തോന്നുന്നത് 80കളിലാണ് ഈ സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ആ ഒരു കുടുംബജീവിതം ജീവിക്കുന്നവരുടെ ഒരു സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെയാണല്ലോ അതിൽ കൊടുക്കുന്നത്. അതിലേക്ക് വരാനുള്ളൊരു കാര്യം എന്തായിരുന്നു മാഷേ? അത് AK ലോഹിദാസിൻ്റെ ആദ്യത്തെ സിനിമയാണ്. സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നു, എലൈറ്റ് ഹോട്ടലിൽ വെച്ച് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് പിന്നെ K. സുഗു എന്ന് പറയുന്ന ഒരു ആളെ ഡയറക്ഷൻ. രണ്ടുപേരില്ല. അപ്പം അതിലൊരു പാട്ടിൻ്റെ സ്ഥലമേ ഉള്ളൂ. ഈ സ്ക്രിപ്റ്റിൽ ഒരു പാട്ടേ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ എന്ന് ലോഹി തീരുമാനിച്ചു. ഡയറക്ടറും അവർ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ആര് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഭാസ്കര മാഷ കൊണ്ട് എഴുതിക്കണം എന്നങ്ങ് തീരുമാനിച്ച് ഉറപ്പിച്ചു. പിന്നെ സംഗീതത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വിദ്യാരൻ മാഷ് മതി, അത് സംശയമൊന്നുമില്ല, ഗംഭീരമാവും എന്ന് ലോഹി പറഞ്ഞതനുസരിച്ചാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെ തൃശ്ശൂർ ബിനി ടൂറിസ്റ്റ് ഹോമിൽ ഇരിക്കുന്നതാണ് ഈ പാട്ട്. ആ പാട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രേരണ, ഈ മെലഡി കേട്ടാൽ മനസ്സിലാകുന്ന പഴയ കാലത്തെ ഒരുപാട് ആചാര്യന്മാരുണ്ടായിരുന്നു. അതിൽ പെട്ട ആളെ ശോഭന പഠിപ്പിച്ചവർ, മുറപ്പണ്ടൊക്കെ ചെയ്ത ആൾ അദ്ദേഹമല്ലേ. അപ്പം അദ്ദേഹം എൻ്റെ കൂടെ ഈ പാട്ട് ചെയ്യുമ്പോൾ ഭാസ്കര മാഷും ഞാനും സുഖവും AK ലോഹിദാസും കൂടിയിട്ട് ബിനിയിലിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പരമോണ്ണനുണ്ട്. അങ്ങനെ ഈ പാട്ടിൻ്റെ വരികൾ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് ഭാസ്കര മാഷക്ക് ഒരു നോട്ട് ബുക്കും കൈപിടിച്ച് തെക്കേ ഭാഗത്തുനിന്ന് വരാതെ കൂടെ അങ്ങോട്ട് വടക്കേ ഭാഗത്തേക്ക് അങ്ങനെ ചാടി ഇങ്ങനെ പിടിച്ചിങ്ങനെ ബനിയനിട്ട് ഇങ്ങനെ ഉലാത്തി ഒരു 4 ചാല് കഴിഞ്ഞപ്പോൾ 5ാമത്തെ ചാലായപ്പോൾ വന്നു, പരമോ ഒരു 4 വരി കിട്ടിയിട്ടുണ്ട്, ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് ഇത് കാണിക്കുക. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. ആഹാ, മനോഹരം. മാഷേ ഇത് മതി, ഇത് ഗംഭീരം, കണ്ടിന്യൂ ചെയ്തോളൂ. ശരിയെന്ന് പറഞ്ഞ മാഷയിൽ ഇത് എൻ്റെ ഹാർമോണിയത്തിൻ്റെ മുകളിൽ വെച്ച് തരികയും മാഷ് പിന്നെയും നമ്മുടെ ഭാസ്കര മാഷ് ഇങ്ങനെ ഉലാത്തിക്കൊണ്ടേയിരിക്കുക അടുത്ത വരികൾക്ക്. അപ്പം ഇങ്ങനൊരു ഈണം ഉണ്ടാക്കി, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം,
ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം, ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ഇങ്ങനെയാണ് പാടിയത്. ആദ്യമായിട്ട് ഈ കവിത പാടുന്നത് ഈ രീതിയിലാണ്. ഒന്നും ചെയ്യേണ്ട, ഇത് മോഡിഫൈ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, പൊടിപ്പൊന്നും വേണ്ട, റെക്കോർഡ് ചെയ്തോ, ഇതൊക്കെ ഒന്നും വേണ്ട, ഒന്നും ചെയ്യാല്ല എന്ന് പറഞ്ഞ് പരമണ്ണം പറഞ്ഞ് ഇത് എന്നെ കൊണ്ട് റെക്കോർഡ് ചെയ്ത് വെപ്പിക്കുക. എന്നിട്ട് അടുത്ത വരികളൊക്കെ വന്നത് ഷൂട്ടായി അത് ചെയ്ത് അങ്ങനെ പോയി ട്രിവാൻഡ്രത്ത് പോയിട്ട് ഞാൻ ലോകം കൂടി ഒരു വെർഷൻ ദാസേട്ടൻ കൊണ്ട് പഠിക്കുന്നു. അതിൽ തന്നെ ഒരു വെർഷൻ ചിത്രയും പാടുന്നു. അങ്ങനെ ഒരു പാട്ട് 2 പാട്ടായിട്ട് വരിക. ഞാനെ സ്വീകരിച്ചു. സിനിമ പോലെ ഇറങ്ങിയിട്ടില്ല. എൻ്റെ പേരിൽ നിൽക്കുന്നു. ഭാസ്കര മാഷ അതിമനോഹരമായ വരികൾ. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു. ഈ പുറത്തിറങ്ങാത്ത സിനിമകളിലേക്ക് ഒരുപാട് പാട്ടുകൾ വളരെ ഹിറ്റായിട്ട് ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അല്ലേ? ഒരുപാട് പാട്ടുകൾ. അതെ അതെ അതെ. അതുപോലെ തന്നെ മാഷിന്റെ പാട്ടുകളിൽ, അതുപോലെ തന്നെ ഇപ്പം മറ്റ് സിനിമേതര ഗാനങ്ങളിലും അതെ, ഈ ഉണർത്ത് പാട്ടുകൾ, അതുപോലെ തന്നെ ഈ നാടൻ പാട്ടുകൾ, കൊയ്ത്ത് പാട്ടുകൾ, അതുപോലെ തന്നെ പുള്ളുവൻ പാട്ടുകൾ, അങ്ങനെ ഒരുപാട് ഈണങ്ങളും അതുപോലെ തന്നെ അതിന്റെ ശീലുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അതെ അതെ അതെ. അതില് വീണപ്പൂവിലും ഉണ്ട് അങ്ങനത്തെ പാട്ടുകൾ അല്ലേ? പുള്ളംപാട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതില്. അപ്പൊ അതൊക്കെ മനഃപൂർവ്വമാണോ അതോ എന്താ പറയാ സ്വാഭാവികമായിട്ട് അത് വരുന്നതാണോ? സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു അവസരം കാണുന്നു, നമുക്ക് ഇവിടെ ഒരു പാട്ട് ചേർക്കാം എന്ന് ഡയറക്ടർ അമ്പളിയുടെ നിർദ്ദേശപ്രകാരം നമുക്കത് ലൈവായിട്ട് ഉണ്ടാക്കുന്ന പാട്ടാകണം. ഒരു പുള്ളുവൻ വന്നിട്ട് പാടുന്നു. പുള്ളുവന്മാരുടെ ഈ നാടോടി ഗാനങ്ങൾ റിസർച്ച് ചെയ്യുന്ന ഒരാളുണ്ട് ഇതിൽ മെയിൻ കഥാപാത്രം, വീണപോലെ. അപ്പോൾ അദ്ദേഹം ഒരു പുള്ളുവൻ്റെ വീട്ടിൽ പോയി കുത്തിരുന്ന് അവരെ കൊണ്ട് പാടിക്കുക. അപ്പോൾ പുള്ളുവന്മാർ വീണയും കുടം എടുത്ത് വെച്ചിട്ട് പാടുമ്പോൾ അവർക്ക് സംഗീതബോധമോ കർണാടക സംഗീതം പഠിക്കുകയോ ഏത് രാഗം അറിയുന്ന ആൾക്കാരല്ല. അവരെന്തൊക്കെയോ ചില വരികൾ പാടുന്നു. എവിടെ മുറിക്കാം, ഈ ശബ്ദത്തിൻ്റെ മാധുര്യം അവർക്കറിയില്ല, അവരെ ശബ്ദം വെച്ച് പാടുന്നു. അപ്പോൾ അങ്ങനെ ലൈവായിട്ട് തോന്നിക്കുന്ന രീതിയിലൊരു പാട്ടാകണം. മോഡിഫൈ ചെയ്ത് നല്ലൊരു പാട്ടാക്കി പാടിയാൽ ശരിയാവില്ല. നമ്മുടെ ചിത്രം ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് ഒരു പാട്ട് ചെയ്യിച്ചത്. അത് മുല്ലരയെ കൊണ്ട് ഒരു മഹാഭാരത കിളിപ്പാട്ട് അംശത്തിൽ നിന്നുള്ള ചില വരികൾ ഞാൻ മുല്ലര് പറഞ്ഞു കൊടുത്ത് ആ മീറ്ററിലേക്ക് ഒന്ന് എഴുതിയാൽ നമുക്ക് നല്ലൊരു സാധനം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞ അനുസരിച്ചാണ് മുല്ലമാഷ മനക്കി ചെന്നിട്ട് പൈങ്കിളി പൈതലെ ഭംഗിയിൽ ചൊല്ലടോ പങ്കജാക്ഷൻ കഥ പങ്കങ്ങൾ നീക്കുവാൻ, എങ്കിലോ കേൾപ്പിൻ തപോധനന്മാരോടു സംക്ഷേപമായി സൂതൻ ഇങ്ങനെ ചൊന്നപ്പോൾ എന്ന് പറഞ്ഞു കൊടുത്ത് വരികൾ എഴുതിയെടുത്തു. അത് വെച്ചുകൊണ്ടാണ് മൂപ്പര് കന്നിമാസത്തിലെ അയില നാളിൽ പന്നകാറാടിയം കതിരുപറ്റുണ്ടായ എന്നുള്ള പാട്ടുന്നൊക്കെ. അത് പാടുന്നതോ യേശുദാസാണെന്ന് അറിയാത്ത അനവധി ജനങ്ങളുണ്ട്. ജെൻസിയും യേശുദാസാണ് പാടുന്നത്. ഗണപതിയോ ശിവനും വാണീ ദേവിയും തുണയരുളേണമെന്ന് സൽക്കഥ ചൊല്ലുവാൻ കനിമാസത്തിലെ ആയില്ലെന്നാളിൽ പനകറാണിയാം കദ്രൂപെറ്റുണ്ടായ ശ്രേഷ്ഠനാനന്ദനും വസുഗീതക്ഷകൻ കാർഗോടകൻ തൊട്ടുള്ള 1000 നാഗങ്ങൾ കനീമ ജൻസി. ഇത് ദാസേട്ടനും ജൻസിയും ചേർന്ന പാടി. ഇത് വളരെ വൃത്തിയായിട്ട് ദാസേട്ടൻ്റെ ശബ്ദത്തിൽ യേശുദാസായിട്ട് പാടിയെന്ന് മനസ്സിലാക്കിയാൽ ലൈവ് നമ്മൾ ചെയ്യുന്ന ആ സിറ്റുവേഷനിലേക്ക് ആപ്റ്റല്ല. അതുകൊണ്ടാണ് ഞാൻ പാട്ട് അങ്ങനെ ഉണ്ടായത്. ദാസേട്ടൻ ഇന്ന് വരെ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുമില്ല. അതെനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ദാസേട്ടൻ ആദ്യം പറഞ്ഞപ്പോൾ എൻ്റെ ശബ്ദം നല്ലതാണെന്ന്, തരക്കേടില്ലാത്ത ശബ്ദം എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. തനിക്കെൻ്റെ ശബ്ദം പറ്റില്ല എന്നൊക്കെ ചോദിച്ചു വഴക്കുണ്ടാക്കി. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പശ്ചാത്തലം ഞാൻ വിവരിച്ചെടുത്തപ്പോൾ മൂപ്പര് ചേർന്നു. അതിൽ ഏറ്റവും വലിയൊരു മനസ്സിൽ നിന്ന് മാറാത്തൊരു കാര്യം, ചൗക്കാളം വിരിച്ചിട്ട് തരങ്ങണിയുടെ ഫ്ലോറിലിരിക്കണേ, ദാസേട്ടൻ്റെ അമ്മയും അന്ന് ഈ റെക്കോർഡിങ്ങിനുണ്ടായിരുന്നു കൂടെ. ഇവിടുന്ന് ഒരു പുള്ളോരും പുള്ളത്തിനും കൊണ്ടുപോയി ആ വീണയും കൂടെ വെച്ച് ഞാനിരുന്ന് ജൻസിക്ക് പാട്ട് പഠിപ്പിച്ച് ജൻസിയും ചേർന്ന് ദാസേട്ടനും കൂടി ഈ പാട്ട് അതിമനോഹരമായിട്ട് പാടുക.
എന്തൊരു മനോഹരമാണ് ആ പാട്ട്. ഇന്നും കേൾക്കുമ്പോൾ ഈ ഒരു വിവരണം കൊടുക്കാതെ ഇത് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ എന്താ ഒരു സുഖം. അങ്ങനെയാണ് ആ പാട്ടിൻ്റെ ഉത്ഭവം. അതിമനോഹരമായിട്ട് പാട്ട്. അങ്ങനെ ഒരു പാട്ട് വേറെ ഇല്ല. യേശുദാസ് അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുമില്ല. ഇത്രയും 10,000-കണക്കിന് പാട്ട് പാടിയ ഒരാൾ ഇങ്ങനൊരു പാട്ട് പാടുന്നത് നിശ്ചയിക്കാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ചില അവസരങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. മാസ്റ്ററുടെ പാട്ടുകളിൽ പലപ്പോഴും വളരെ ശുഭകരമായിട്ടുള്ള ചില പാട്ടുകളുണ്ട്. ഇപ്പോൾ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, അതുപോലെ തന്നെ പാടുവാനായി വന്നു നിന്റെ എഴുതാപ്പുറങ്ങളിലെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മഞ്ഞുകണങ്ങളൊക്കെ തുളുമ്പി നിൽക്കുന്ന ചെടികളും അതൊക്കെയാണ് ഓർമ്മ വരിക അങ്ങനത്തെ ഒരു പാട്ടുകൾ കേൾക്കുമ്പോൾ. വളരെ ശുഭകരമായിട്ടുള്ള പാട്ടുകളാണ്. അതുപോലെ തന്നെ അമ്പലമില്ലാതെ ഞാൻ പറയാൻ വരികയായിരുന്നു, അതൊക്കെ അസാധ്യമായിട്ടുള്ള പാട്ടാണ്. സിനിമ അതെ, മോഹൻലാൽ അസലായിട്ട് ചെയ്തിട്ടുണ്ട് അതില്, മാധു പണ്ടാരം അല്ലേ. അപ്പോൾ അങ്ങനത്തെ ചില ശുഭകരമായിട്ടുള്ള പാട്ടുകളുണ്ട്. മാസ്റ്ററുടെ ഒരു എന്താ പറയാ, ഒരു കയ്യൊപ്പ് എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ചില പാട്ടുകളുണ്ട്. മഞ്ഞിന് വിലോലമം യവനികയില്, അതെ അതെ അതെ, മഞ്ഞക്കളിത്തോൽ പോലെ, അതെ 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 അതെ, അങ്ങനെ ഒത്തിരി പാട്ടുകളുണ്ട്. അതെ അതെ. അപ്പോൾ അതുപോലെയുള്ള ഈ സുഖകരമായിട്ടുള്ള അനുഭവം പകരുന്ന ഒരു പാട്ടുകൾ ചെയ്യുമ്പോൾ, അതിനുള്ള ഈണം പകരുമ്പോൾ മാസ്റ്ററുടെ മനസ്സിൽ അത് ആ ഒരു ഫീലിംഗ് ഒക്കെ തോന്നാറില്ലേ? അല്ല, ഞാൻ ഉണ്ടാക്കുന്ന പാട്ടുകളൊക്കെ എന്താണോ വരികൾക്കുണ്ടാകുന്ന ആശയപരമായിട്ടുള്ള വ്യക്തത, അത് കേൾക്കുന്ന ആൾക്കാർക്ക് കണ്ണടച്ചിരുന്ന് കേട്ടാൽ കറക്റ്റാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പാട്ടുകളെ ചെയ്തിട്ടുള്ളൂ. ചെയ്യുമ്പോൾ പാട്ട് അങ്ങനെയാണ്. ഇപ്പോൾ യൂസഫലി കേച്ചേരായിട്ട് ചെയ്തിട്ടുള്ള അനവധി പാട്ടുകളുണ്ട്. അതിൽ തരംഗിണിയുടെ തന്നെ പ്രേമഗാനമായിട്ട് വന്ന ഒരു 10 പാട്ട് സൂപ്പർ ഹിറ്റാണ്. അത് ചിത്രയും ദാസായിട്ടും മാത്രമേ പാടിയിട്ടുള്ളൂ. രാഗതരംഗിണി, അതിൽ അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണചന്ദ്രനെ കണ്ടു, അഴിച്ചിട്ട കരിമുടിക്കിടയിൽ മിന്നും അഴകുറ്റ നിൻമുഖമായിരുന്നു, അതൊരപൂർവ ദർശനമായിരുന്നു. ഇതാണ് വരി. അതേമാതിരി നെന്മേനി വാകപ്പൂ, ഈ മുഖം നാൻമുഖ കൈവിരുതോ, ലാവണ്യ പാൽക്കടൽ തൂവണ്ണയോ, ലലന ലലാമമേ. ഇതൊക്കെ യൂസഫലിയുടെ വരികളാണ്. മോഹക്കുരുവിക്ക് കൂടുകൂട്ടാനൊരു പൂഞ്ചില്ല നൽകിയ തേൻകിടാവ്, വാനിലെ നന്ദിനി മേലെ, ഇതൊക്കെ ആ പാട്ടുകൾ സൂപ്പർ ഹിറ്റാ. ഗുരുവായൂരപ്പൻ തന്ന നിധി ചിത്രപാടികൾ. അതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പാട്ടിൻ്റെ വരി എന്താണോ പറയുന്നത് അത് 100% കൃത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സംഗീതാവിഷ്കരണം ചെയ്യണം. അത് എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്ക് തോന്നിയൊരു വിശേഷമാണ്. അത് മനസ്സിലാക്കുകയും തിരുത്തിക്കേണ്ടത് തിരുത്തിക്കുകയും മാറ്റേണ്ടത് മാറ്റുകയും ചെയ്യുന്ന രീതിയിലെ പാട്ടുകൾ സെലക്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്താലേ നന്നാവുള്ളൂ. കവിതയുടെ ആത്മാവാണ് ഒരു സംഗീതം ചെയ്യാനുള്ള ആൾക്കാർക്ക് ഏറ്റവും അനിവാര്യമായി വേണ്ടതും നിർബന്ധമായിട്ട് മനോഹരമാകേണ്ടതും വരികളാണ്. അതിൽ സംഗീതം നമ്മൾ ചെലുത്തി വെച്ചാൽ അത് നിൽക്കും, അത് മാറിപ്പോകുകയില്ല. അതാണ് ഇവിടെ നിൽക്കുന്ന എല്ലാ പാട്ടുകളുടെയും യഥാർത്ഥ ലക്ഷണം. അങ്ങനെയായിട്ടുള്ള പാട്ട് നിൽക്കൂ. എന്തെങ്കിലും പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. വരികളുടെ ശക്തി ചോർന്നു പോകാതെ അതിന് പാട്ട് ആക്കി പുറത്തേക്ക് വരുത്തിയാൽ ജനം കേൾക്കും. അപ്പോൾ പാട്ടുണ്ടാക്കുമ്പോൾ മാഡം ചോദിച്ചത്, ഈ പാട്ടുണ്ടാക്കുമ്പോൾ ആശയപരമായിട്ടുള്ള വ്യക്തത ഉണ്ടാകുന്നതിന് അങ്ങനെ ഒരു ഈണം വന്ന് പെടാറുള്ളൂ. അത് നിങ്ങൾക്ക് ഇപ്പം ശബരിമലയുടെ താഴേക്ക് ശബരിമലയുടെ താഴേക്കൊഴുകും പുണ്യനദിയാം പമ്പ, ശബരിമലയുടെ മേലേക്കൊഴുകും ശരണമന്ത്രമാം പമ്പ, പമ്പാ നദികൾ വലം ചെയ്യും സന്നിധി എത്ര ധന്യം, അയ്യപ്പ എത്ര ധന്യം, എത്ര ധന്യം, ശബരിമലയുടെ താഴേക്കൊഴുകും, താഴേക്കൊഴുകുന്നല്ല, പുണ്യനദിയാം പമ്പ, ശബരിമലയുടെ മേലേക്കൊഴുകും ശരണമന്ത്രമാം പമ്പ. അപ്പം മേലേക്കൊഴുകുമ്പോൾ മേലേക്കും താഴേക്കൊഴുകുമ്പോൾ താഴേക്കും വരുന്ന രീതിയിൽ ആ വരികൾ നിൽക്കുന്നു. അത് സത്യമാണ്.
ശബരിമലയുടെ താഴേക്കൊഴുകും പുണ്യനദിയാം പമ്പ ശബരിമലയുടെ മേലേക്കൊഴുകും എന്ന് പറഞ്ഞാൽ നേരെ വിപരീതമായി ഇല്ലേ? മേലേക്ക് ഒഴുകുക എന്ന് പറഞ്ഞാൽ താഴേക്കും, താഴേക്ക് ഒഴുകുക എന്ന് പറഞ്ഞാൽ മേലേക്കും വരാൻ പാടില്ല. വരികളാണ് ലക്ഷണം. സത്യമായിട്ടും വരികൾ പറയുന്നത് എന്താണോ അത് നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത സംഗീതം ചെയ്യുന്ന ആൾക്കുണ്ട്. അതതിൻ്റെ കാര്യം. അങ്ങനെ പാട്ടാവാറുള്ളൂ. ഇപ്പൊ മാസ്റ്റർക്ക് വേണ്ടി വരികൾ എഴുതാത്തവരില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും നേരം സംസാരിച്ചപ്പോ പി ഭാസ്കര മാഷ് വന്നു, അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി സാർ വന്നു, NV കുറുപ്പ് സാർ വന്നു, യൂസഫ് അലി വന്നു, അല്ലേ? എത്രയും പേരുടെ അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ മാസ്റ്റർക്ക് വേണ്ടി പാടാത്ത ഗായകരും ഇല്ല, ഗായികമാരും ഉണ്ടാവില്ല, അല്ലേ? എല്ലാവരും കാവാലം, അതെ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്പുറം, അത് പിന്നീട് വന്നു. അതെ അതെ, ഇങ്ങനെയുള്ള എല്ലാവരും വരികൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാവുമല്ലോ അവിടെ. ഇപ്പൊ പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമികളെ കൊണ്ട്, ബാലമുരളീകൃഷ്ണ സാറിനെ കൊണ്ടൊക്കെ പാടിപ്പിച്ചിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ബാലമുരളീകൃഷ്ണ സാറിനെ കൊണ്ട് പാടിച്ചെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അത്ഭുത. അത് സ്വാതിരുനാളിൻ്റെ ഒരു കൃതി, സരസാംഗി രാഗത്തിലുള്ള ജയ ജയ പത്മനാഭ എന്ന് തുടങ്ങുന്ന ഒരു കൃതി, അത് അദ്ദേഹത്തെ കൊണ്ട് പാടിക്കുക. അത് അവിടെ പോയി ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് അദ്ദേഹത്തിന് പാടുന്നു, ചിത്ര പാടുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവിടെ പോയി 10-15 ദിവസം മദ്രാസിൽ താമസിച്ച് ഉണ്ടാക്കുന്നത്. ബാലമുരളി സാറിനെ കൊണ്ട് ഈ ചിട്ട ചെയ്തിട്ടുള്ള സ്വരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പാടി വെച്ചത് കാസറ്റ് കൊടുത്തിട്ട് അത് പിന്നെ പിറ്റേ ദിവസം വരുമ്പോൾ ഒരു ടേക്കിൽ ഒന്നും നമുക്ക് മിണ്ടാൻ പറ്റാണ്ട് അത്ഭുതം. ഒന്നുമില്ല, അദ്ദേഹത്തിനത് എന്ത് ഞൊടിക്കുള്ളിൽ പാടിക്കഴിഞ്ഞു, ഒരു തെറ്റ് കൂടാതെ അതിമനോഹരമായിട്ട്. ആ വർഷം ചിത്രം പാടിയിട്ടുണ്ട്. സ്വാമി പിന്നെ ഒരു ഒരു ഭക്തിഗാനത്തിൻ്റെ ഒരു ശ്ലോകം ആദ്യം പാടി തന്നിട്ടുണ്ട്. SPB പാടിയിട്ടുണ്ട്, ജാനകിയമ്മ പാടിയിട്ടുണ്ട്, സുശീലമ്മ പാടിയിട്ടുണ്ട്, എല്ലാവരും കൊണ്ടും പാടിച്ചിട്ടുണ്ട്. റിമി ടോമി വരെ പാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടുത്തെ അത്രയും ആൾക്കാരെ കൊണ്ട് പാടിക്കാൻ പറ്റി. എല്ലാവർക്കും നമുക്ക് പറ്റാവുന്ന തരത്തിൽ ഇത് കുറേ കൊല്ലമായിട്ട് തുടങ്ങിയിട്ടില്ലേ, നമുക്കൊരു അത്ഭുതം തോന്നാറില്ലേ. കാരണം എനിക്ക് കിട്ടില്ല, എനിക്ക് കിട്ടണ്ടല്ലേ എന്നുള്ള വിചാരമുള്ള ഒരാളല്ല ഞാനത് ധരിക്കാറില്ല. അങ്ങനെ എന്നെ വിളിച്ചില്ലല്ലോ, എന്നെ വിളിക്കണ്ടേ എന്നുള്ള ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നാറില്ല. എനിക്ക് ആരും വിളിക്കണമെങ്കിൽ വിളിച്ചാൽ മതി, വിളിക്കണ്ടെങ്കിൽ വിളിക്കണ്ട, ഒരു പരാതിയും ഇല്ല. അങ്ങനെ ശീലക്കാരനാണ്. പിന്നെ പാട്ട് പാടുക, ഇപ്പൊ കണ്ണു നട്ട് കാത്തിട്ടുള്ള പാട്ട്, അതിലേക്ക് വരെയായിരുന്നു ഞാൻ. പി ജയചന്ദ്രേട്ടന്റെ കൂടെ അല്ലേ നമ്മള് എന്താ പറയാ, സംവിധാന രംഗത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ, അങ്ങനെ ഇത്രയും കാലം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ഗാനം വരുന്നത്, അല്ലേ? അത് 2000 ആ കാലഘട്ടത്തിൽ പുറത്തു വന്ന സിനിമയാണ് ടി വി ചന്ദ്രൻ അദ്ദേഹം സംവിധാനം ചെയ്ത. അതെ, കഥാവിശേഷം. അതെ അതെ. അപ്പോ അത്തരം ആ ഒരു ഗാനത്തിന്റെ അനുഭവം പറയാമോ? ആ ഗാനത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ടി വി ചന്ദ്രന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് മാഷ് എന്നെ കുട്ടം വിളിച്ചു, M ചന്ദ്രൻ. അപ്പോൾ ഞാൻ കുട്ടം വിളിക്കുക. ചെറുപ്പം മുതൽ അവൻ പാട്ട് അന്വേഷിച്ച് നടക്കുന്ന സമയം മുതൽ എനിക്ക് അമ്മയും അവനെ നന്നായിട്ട് അറിയാം. ഞാൻ ഒരു പാട്ട് എനിക്ക് പാടിത്തരുന്നു. ഞാൻ പാട്ട് പാടണോ? അത് മാഷ് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഇവിടെ പാടാം. എപ്പോഴാണ് വരണ്ടോ ചോദിച്ചു. എനിക്ക് തോന്നുന്നത് കുറെ നാളുകൾക്ക് ശേഷമായിരിക്കും പിന്നണി ഗാനരംഗത്ത് പാടുന്നുണ്ടാവുക, അല്ലേ? അതെ, പാട്ട് ഇതിനു മുമ്പ് പാടിയിട്ടുണ്ട്. പാട്ട് ഞാൻ കുറെ പാടി, ഭൂതക്കണ്ണാടി പാടിയിട്ടുണ്ട്, മറ്റുള്ള ഒരുപാട് സിനിമയ്ക്ക് പാടി. പക്ഷെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം പാടിയിട്ടുണ്ടാവും. പക്ഷെ പാട്ട് സിനിമയിൽ പാടി നന്നാവുന്നു ജനങ്ങൾ തിരിച്ചറിഞ്ഞത് ഈ പാട്ടാണ്. അതിനു മുമ്പ് പാടിയിട്ടുണ്ടെങ്കിലും അത്ര വലിയ ഗൗരവമായിട്ട് ഏശിയിട്ടില്ല, അത് ജനങ്ങളങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നർത്ഥം. പക്ഷെ ഇത് അതിമനോഹരമായിട്ട് ജനങ്ങളുടെ ഉള്ളിൽ ചെന്നു. അത് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ഭാവഗായകൻ 4 വരി പാടിയിട്ടുണ്ട്, മേജർ പോർഷൻ 8 വരി ഞാനാ പാടി. ആ പാട്ട് സൂപ്പർ ഹിറ്റാക്കിയാലും അത് M ജയചന്ദ്രൻ്റെ കോമ്പോസിഷനിൽ ഏറ്റവും 10 പാട്ടെടുത്തൊരു പാട്ട് ഇത് പറയും. അങ്ങനെ വിളിച്ചു. ട്രിവാൻഡ്രത്ത് പോയിട്ട് എനിക്ക് പാടിത്തരുന്നു, ഞാനിത് പഠിക്കുന്നു. ഒരു 25 മിനിറ്റിനുള്ളിൽ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞു. വലിയ സന്തോഷമായി. അത് ജനം സ്വീകരിച്ചു. ജയേട്ടൻ പിന്നെ മദ്രാസിലാണ് പാടിയത് 4 വരി. അതിന് അവാർഡ് കിട്ടിയിട്ടുള്ളത് ഗിരീഷ് പുത്തഞ്ചേരിക്കാണ്.
രചനയ്ക്കാണ് അവാർഡ്, പാട്ടിനൊന്നുമില്ല. അല്ല, അങ്ങനെ ഉള്ള ഒരു അനുഭവങ്ങളാണ് ഒരുപാടുണ്ട്. ഇടയിലൊന്ന് ചോദിച്ചോട്ടെ മാസ്റ്ററെ, ഈ സ്വന്തം സംഗീത സംവിധാനത്തിൽ ഇത്രയും ഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും അതല്ലാത്ത ഗാനങ്ങളൊക്കെ വന്നപ്പോഴും ഇടയിലൊരു പാട്ടൊക്കെ അതിന്ന് കൂട്ടത്തിലൊന്ന് പാടണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ നാടൻ പാട്ടുകളെല്ലാം ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേതെങ്കിലും അങ്ങനത്തെ ഒരു പാട്ട് പാടണം, സ്വന്തം സ്വരത്തിൽ അതൊന്ന് പുറത്തേക്ക് ഇറക്കണം എന്ന് തോന്നിയിട്ടില്ലേ? അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല, ആൾക്കാരുടെ ആവശ്യമില്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പാട്ടുകൾ ദാസേട്ടനെ കൊണ്ട് പാടിക്കുന്നു, ചിത്രനെ കൊണ്ട് പാടിക്കുന്നു, MG ശിവകുമാറിനെ കൊണ്ട് പാടിക്കുന്നു. അങ്ങനെ പല ആൾക്കാരുടെ പേര് പറഞ്ഞ് പാടിക്കുകയാണ്. ബ്രഹ്മാനന്ദനെ കൊണ്ട് വരെ ഞാൻ പാടിച്ചിട്ടുണ്ട്, കാനങ്ങാട് രാമചന്ദ്രനെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാടിക്കാത്ത ആൾ വളരെ കുറവാണ്. പാട്ടായിട്ട് നടക്കുന്ന എല്ലാവരെ കൊണ്ടും പാട്ട് പാടിച്ചു. അത് ഏത് പാട്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ അത്ര കാലങ്ങൾ ഈ രംഗത്ത് നടക്കുക, ഇന്നും അത് തന്നെ പണി. ഇപ്പം യൂട്യൂബിലേക്ക് വേണ്ടി അനവധി പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും എന്നെ അറിയുന്ന, ഞാൻ അറിയാത്ത ആൾക്കാരാണ് ഈ കോൺട്രാക്ടറിനോട് പറഞ്ഞ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 പാട്ട് 5 പാട്ട് ഇപ്പോഴും പാടിക്കാൻ കിടക്കുക. ഇനിയിപ്പോൾ ഒരു 5-6 പാട്ട് ഇപ്പോൾ പുതിയത് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടിരിക്കുക ഓരോരുത്തരെ. അത് നമ്മളെ മതി എന്നുള്ള വിശ്വാസം അവർക്കുള്ളതല്ലേ. ആ വിശ്വാസം മാത്രമേ നമുക്ക് വേണ്ടൂ. വേറൊരു അന്വേഷണത്തിനോ ഒരാളെ തള്ളി പറയാനോ മോശമാക്കാനോ ഞാൻ പോകാറില്ല. എനിക്കതിന് സമയമില്ല. സമയം ഉണ്ടായാലും ആ മനസ്സല്ല എൻ്റെ. ആരും എന്ത് വേണിച്ചതോട്ടെ, കഴിവുള്ള ആൾക്കാർ കഴിവുള്ളത് ചെയ്യട്ടെ. പക്ഷേ എന്ത് ചെയ്യുകയാണെങ്കിലും അവനവൻ്റെ ആകണം എന്നുള്ള നിർബന്ധമുള്ള ആളാണ് ഞാൻ. അത് മറ്റുള്ളവർക്കും ബാധക അല്ലേ. അതവർ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അങ്ങനെ പല കുറി എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും പാട്ടുകൾ ഞാൻ പാടി കൊടുത്തിട്ടാണല്ലോ ഇവരൊക്കെ പാടുന്നത്. ദാസേട്ടനും ONV സാറ് എഴുതുന്ന പാട്ടിലൊക്കെ ഞാൻ പാട്ടുണ്ടാക്കി, തമ്പി സാറിനൊക്കെ പാട്ടുണ്ടാക്കി കൊടുത്ത് ട്യൂണ് കൊടുത്തിട്ട് പാടി ഉണ്ടാക്കിയിട്ടുള്ള പാട്ടുകളുണ്ട്. ഈ പാടുവാനൊന്നിൻ്റെ പടിവാതിൽക്കൽ ട്യൂണാ. ലാ 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 ലേ ലാ 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 ലേ ലാ ലി ലാ 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 ലാ. പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ ഏതു രാഗം ശ്രുതി താളം എന്നതോർക്കാതെ ഞാനാ വീണയിൽ പൊന്നിഴ പാകി മീട്ടിടുന്നാരോ. ഒരക്ഷരം മാറ്റി വയ്ക്കാനില്ല. ഈ ട്യൂണ് കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞ് ആൾ വന്നിട്ട് ഒത്തു നോക്കിയപ്പോൾ മാറ്റുകാനോ ഒരു ദീർഘം കുറയ്ക്കാനോ മാറ്റി ഒരു വരി തിരിച്ചെഴുതാനോ ഒന്നും ഒരു വക ചെയ്യേണ്ടി വന്നില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇത് ആ ട്യൂണിലേക്ക് അത്ര ഇണങ്ങി ചേർന്നിട്ട് വരികൾ കൊണ്ടുവന്നിരിക്കുക. അതിമനോഹരം എന്നുള്ള ഒരു വെറും നിർവചനമൊന്നും പോരാ ഈ പാട്ടിന്. കാരണം മലയാളത്തിലെ പ്രശസ്തമായിട്ടുള്ള മെലഡി ഗാനങ്ങൾ എടുത്താൽ അതിൽ ഉറപ്പായിട്ട് ഈ പാട്ടിന് സ്ഥാനമുണ്ട്. അതെ. ഇപ്പോൾ ഒരു മാസ്റ്റർ ഈ സംഗീതമാണ് എൻ്റെ വഴി എന്ന് തീരുമാനിച്ചത് മുതൽ ഇപ്പോൾ ഏതാണ്ട് 70 വർഷം പിന്നിട്ടു. 72 വർഷമാണ് എൻ്റെ ഒരു കണക്കൂട്ടല്ലേ. 72 വർഷത്തോളായിട്ടുണ്ട്. മാസ്റ്ററുടെ മുന്നിൽ പോയ ആളുകളുണ്ട്, മുൻഗാമികളുണ്ട്, മാസ്റ്ററുടെ പിന്നിൽ വന്ന ആളുകളുണ്ട്, ഇപ്പോഴും നടക്കുന്നവരുണ്ട് അല്ലേ, ഇനിയിപ്പോൾ വന്നു ചേരാനുള്ളവരുണ്ട്. ഇതൊക്കെ എങ്ങനെ നിരീക്ഷിക്കാറുണ്ട്? ഇപ്പം മുന്നിൽ പോയ ആളുകളെ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ നിരീക്ഷിക്കുമല്ലോ. നമ്മളൊരു വഴിയിലേക്ക് കടക്കുമ്പോൾ പിന്നിൽ വരുന്ന ആളുകളെ നിരീക്ഷിക്കും അല്ലേ, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നവരെ നിരീക്ഷിക്കും. എന്താണ് മാസ്റ്ററുടെ ഇപ്പോഴത്തെ, അതായത് സംഗീത മേഖലയുടെ ആ ഒരു മൊത്തം നിരീക്ഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ? അല്ലെങ്കിൽ മുൻഗാമികളെ കുറിച്ച് പറയൂ, പിൻഗാമികളെ കുറിച്ച് പറയൂ. നമ്മൾ ഏറ്റവും മനസ്സുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട് ആരാധിക്കുന്ന ആൾക്കാർ, അത് ദേവരാജ മാഷ്, ദക്ഷമൂർസ്വാമി, MS വിശ്വനാഥൻ, അർജുനൻ മാസ്റ്റർ, ബാബുക്കയുടെ കൂടെ ഞാൻ ഒരു ദിവസം മുഴുവൻ ആ മുറിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഉസ്മാൻ, ആലപ്പി ഉസ്മാൻ എന്ന് പറഞ്ഞ ആളാണ്. ആളുടെ കൂടെ ഇരുന്ന് തബല വായിക്കുന്ന കൂടെ സന്തത സഹചാരി. ഞങ്ങൾ ഒരു മുറിയിൽ
രാവിലെ ചെന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നത്. അത്രയും വരെ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമുണ്ട്. നേരത്തെ പറയില്ലേ വയലാറിനോടൊപ്പം പാട്ട്, അദ്ദേഹത്തിൻ്റെ പാട്ട് പഠിച്ച് പാടിയത്. ഇങ്ങനെ എല്ലാവരും ആയിട്ടും ബന്ധമുണ്ട്. പിന്നെ പുതിയ തലമുറയ്ക്ക് അതിന് ശേഷം വന്നാൽ എനിക്ക് ഏറ്റവും മനസ്സിന് തൃപ്തി തോന്നിയതും മാനസികമായിട്ട് ഏറ്റവും സന്തോഷമായിട്ട് സൂക്ഷിക്കുന്നതും ജോൺസനെയാണ്. ജോൺസൺ അതിഗംഭീര, വെറുതെ ഒരു പാട്ട് സംഗീത സംവിധായകനല്ല, ഈ വരികളുടെ അർത്ഥവും പശ്ചാത്തല സംഗീതം ഗംഭീരമായിട്ട് ഇത് മൂഡ് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു മഹാൻ അദ്ദേഹം. അദ്ദേഹത്തിനെ നമുക്ക് മറന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഏറ്റവും മനസ്സിൽ കൊണ്ട് എൻ്റെ 2-3 പടത്തിന് ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ള അവനാ. ഞാൻ ഔസേപ്പച്ചനും ജോൺസനൊക്കെ സെൻറ്റ് തോമസിൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് പാടാനായിട്ട് ഗ്രൂപ്പ് മ്യൂസിക് കൊടുത്ത ആളാണ്. ഞാൻ ഒന്ന് കേരളോപനയോട് പാട്ടുകാരെ പഠിപ്പിച്ച് അവിടെ പാടുക, ഇവർക്ക് സെൻറ്റ് തോമസിൽ നിന്ന് മത്സരിക്കാൻ പോകുന്ന പാട്ട്. അപ്പോൾ അവർ സെക്കൻഡ്, ഫസ്റ്റ്. എന്നിട്ട് ഇൻ്റർ സോണിൽ ചെന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റായി, ഇവരെ സെക്കൻഡ് തള്ളിപ്പോയി. ആ കാലത്ത് ഉണ്ടായിരുന്ന പാട്ടുകാരിന്ന് വലിയ വലിയ പാട്ടുകാരായിട്ട് പുറത്ത് നടക്കുന്നുണ്ട്, എനിക്കറിയാം. ഇവരൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. മോഹൻ സിത്താര, അവരൊക്കെ തൃശ്ശൂരിൻ്റെ നമുക്ക് നമ്മുടെ കൂടെ നമ്മൾ ഒരുപാട് കാലങ്ങളോളം ഒന്നുമില്ലാണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒക്കെ അവരെ കണ്ടിട്ടില്ല. അന്നും അവർ ഈ രംഗത്ത് മിടുക്കന്മാരായിട്ട് നിൽക്കാൻ കഴിവുള്ള ഔസേപ്പ്, അതുപോലെ പാട്ട് ഞാൻ ഇപ്പോൾ ഒരു പാടിയിട്ടുണ്ട്, ഒരു സിനിമയുടെ പാട്ട് പാടിയിട്ടുണ്ട്. ഇപ്പോൾ മിടുമിടുക്കനാണ്, ഒരുപാട് പടങ്ങൾ ചെയ്തു. ഇപ്പോൾ തൃശ്ശൂരിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ലെജൻഡായിട്ടുള്ള ആൾ അദ്ദേഹമാണ്. അവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദമാണ്. പിന്നെ മറ്റുള്ള ആൾക്ക് എം ജെ എന്ന് പറഞ്ഞാൽ കുട്ടനെ വിളിക്കുന്നത് എന്നും ഒരേപോലെ നമ്മൾ സ്നേഹിച്ച് മനസ്സ് സന്തോഷമായിട്ട് നടക്കുന്ന ആളാണ്. പാട്ടുകാരും മധുവർഷൻ, സുദീപ്, മഞ്ചരി, ചിത്ര, പിന്നെ അതേപോലെ നമ്മുടെ ഇവിടെയുള്ള എല്ലാ പാട്ടുകാരും, ചിത്ര, അരുൺ, ഇവരൊക്കെ എല്ലാവരും പാടിച്ചിട്ടുണ്ട്. റിമി ടോമി, പിന്നെ നമ്മുടെ വിധു പ്രതാപ്, സുജാത, സുജു, മോള്, എല്ലാവരുമായിട്ട് അറിയാം, എല്ലാവരും പാടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ രംഗത്ത് നിൽക്കുമ്പോൾ ഇന്നും നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുക. നമ്മൾക്ക് വയസ്സ് നോക്കണ്ട, വയസ്സിൻ്റെ വഴി, നമുക്ക് നമ്മുടെ വഴി. ഞാൻ എൻ്റെ വഴിക്കാ നടക്കാറുള്ളൂ. വയസ്സിൻ്റെ വഴിക്ക് കയറി പോട്ടെ, അതെന്ത് വേണേ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. ആരോഗ്യം ഉണ്ടാവുക, സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, നമുക്ക് മറ്റുള്ളവർക്കൊരു ദ്രോഹം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുക, ഉപകാരം ചെയ്യാൻ മനസ്സുണ്ടാവുക, ഉപദ്രവിക്കാതിരിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, എപ്പോഴും നെഗറ്റീവ് ആകാതിരിക്കുക. ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് ആൾക്കാർക്ക് എല്ലാവർക്കും എൻ്റെ എന്ന് മാത്രമുള്ള വിശ്വാസമാണ്. അതല്ല വേണ്ടത്, നമ്മുടെ എന്ന് പറയാനുള്ള മനോഭാവം ഉണ്ടാവണം. അത് എല്ലാവരും നമ്മുടെയാണ്. നല്ല മനുഷ്യരായിട്ട് ജീവിക്കുമ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടതാണ്, അല്ലേ? തീർച്ചയായിട്ടും. ഒരിക്കലും നമ്മൾ തന്നെയല്ലല്ലോ. എല്ലാവർക്കും വേണ്ടുന്ന കാര്യം ചെയ്യാനുള്ള മനസ്സുണ്ടാവുക, ശുദ്ധമായ മനസ്സോടെ നമുക്ക് പറ്റാവുന്ന ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റുക, ആർക്കും ഒരു അപ്രിയമായിട്ട് തോന്നാതെ പെരുമാറാൻ കഴിയുക. ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആയാലേ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ആയുരാരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുക, നല്ല വഴിയിൽ പെരുമാറുക, മനസ്സ് ശുദ്ധമാക്കി നല്ല കാര്യം ചെയ്യുക. അത് ഒരു പരിധി, ഒരു 90% ഞാൻ പുറത്തിക്കൊണ്ടിരിക്കുക. നല്ലതേ ചെയ്യൂ, നല്ല കാര്യങ്ങളിൽ ഇടപെടുള്ളൂ. അതുകൊണ്ടാണ്. വളരെ നല്ല ചിന്തകളാണ് മാസ്റ്റർ. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം കൽപ്പാന്ത കാലത്തോളം എന്ന് പറഞ്ഞാൽ തന്നെ, അതായത് ഒരു ലോകം അവസാനിക്കുന്ന കാലത്തോളം എന്നാണ് അതിൻ്റെ ഒരു വളരെ ലളിതമായിട്ടുള്ളൊരു ആവിഷ്കാരം എന്ന് പറയാം. അപ്പോൾ അത്രയും കാലത്തോളം മാസ്റ്റർ ആ ഗാനം അടക്കമുള്ള ഗാനങ്ങൾ നിത്യഹരിതങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നും യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നുണ്ട്, ആളുകൾ കേൾക്കുന്നുണ്ട്, ഇന്നത്തെ തലമുറയും പാടി നടക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും നല്ല പാട്ടുകാരനായിട്ട് 2021 കേരള ഗവൺമെൻറ് അവാർഡ് തന്നു. ചലച്ചിത്ര പിന്നണി ഗായകൻ, 80ാമത്തെ വയസ്സിൽ. എൻ്റെ 5 പ്രാവശ്യം സംഗീത സംവിധാനത്തിന് പാട്ടുകൾ തിരഞ്ഞു വെച്ചിട്ട് അതെനിക്കാണെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ വേറെയുള്ള പേരാണ്. അതും അനുഭവമുണ്ട്. ദാസേട്ടനും ONVക്കും ചിത്രയ്ക്കൊക്കെ എൻ്റെ പാട്ടുകൾക്ക് അവാർഡ് ഉണ്ട് താനും.
എനിക്ക് ഒരു സംഗീതത്തിനും ഒരു അവാർഡും തന്നിട്ടില്ല. എനിക്ക് തരണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനൊരു അഭ്യർത്ഥിയായിട്ട് പോയിട്ടില്ല. കിട്ടുന്ന സമയത്ത് കിട്ടട്ടെ. ഇപ്പോൾ എന്തായാലും പാട്ടുകാരനായിട്ട് തന്നല്ലോ, സന്തോഷകരമായിട്ട് പോയി സ്വീകരിച്ചു. അല്ല പറയാം, കാലഘട്ടം ഇത് ഓരോന്നിനും ഓരോരോ സമയമുണ്ട് എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ എന്ത് വിചാരിച്ചാലും കിട്ടണമെന്നില്ല, നമുക്ക് നടക്കണമെന്നില്ല. അതിന് സമയം വരുമ്പോൾ ശരിയാവും. അതല്ലേ ശരി? പിന്നെ പൊതുവെ പറയുന്നത് പോലെ ഇപ്പോ ഈ അംഗീകാരങ്ങളൊന്നല്ല കാര്യം, ജനങ്ങളുടെ അംഗീകാരം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ആത്യന്തികമായിട്ട് വേണ്ടത്. അത് മാസ്റ്റർ ഒപ്പം എപ്പോഴും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത് എടുക്കുന്ന ഗാനങ്ങളും ആ കൂട്ടത്തില് മാസ്റ്ററുടെ എത്രയോ ഗാനങ്ങളുണ്ട്. ഇപ്പോഴും ഭാവഗാനങ്ങൾ കേൾക്കാനുള്ളൊരു മൂഡിലിരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ പാടുവാനായി വന്നതിന്റെ, അതുപോലെ തന്നെ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, കൽപ്പാന്തകാലത്തോളം, അങ്ങനത്തെയുള്ള ഗാനങ്ങളൊക്കെ ആ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഓണപ്പാട്ടുകൾ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞിട്ട് മുമ്പത്തിലൊക്കെ ചെയ്തിട്ടുള്ളൂ, ഞാൻ പാടിയതൊക്കെ സൂപ്പർ ഹിറ്റാണ്. എത്ര ലക്ഷം ആൾക്കാർ കണ്ടു. ഇന്നും അത് കണ്ടുകൊണ്ടിരിക്കുക. കണ്ണ് കയറാനായിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിപ്പോൾ മിനിഞ്ഞാന്നുകൊണ്ടിരിക്കുക അയച്ചേണ്ട പാട്ട്. അത് കേട്ടിട്ട് മനസ്സങ്ങോട്ട് നിറഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞ് ഭയങ്കര വിഷമമായി. അച്ഛനമ്മമാരെ അനാഥമന്ദിരത്തിലാക്കിയിട്ട് ഓണത്തിനെങ്കിലും നീ വരുമോ എന്നെ കൊണ്ടുപോകാൻ, ഈ പ്രാവശ്യം നിങ്ങളോട് കൂടി ഒന്നിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആശയത്തിലൊരു പാട്ട്. അത് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ പാടിയതാണ്. ഓണമാണ് വീണ്ടും ഓണമാണ്, അത് വേറെ ആൾ എഴുതിയിട്ട് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പാടിയതാണ്. അതൊക്കെ സൂപ്പർ ഹിറ്റാണ്. ജനങ്ങൾ ഓണം വന്നാൽ ഇത് കേൾക്കുകയും അത് മനസ്സിലാക്കുകയും എന്നെ വിളിക്കുകയും ചെയ്യും എല്ലാ വർഷവും. ഇനിയിപ്പോൾ പുതിയത് ചെയ്യുന്നുണ്ട് ഓണത്തിന്. ഓരോ കാലഘട്ടങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ, ഒരു നല്ലൊരു ഒരു സബ്ജക്റ്റ് കിട്ടണം. എന്തെങ്കിലും ചെയ്ത് തന്നെ ചെയ്യാന്നല്ല, എന്തെങ്കിലും ഒരു ഓണ സംബന്ധമായിട്ടൊരു കാര്യം വരുമ്പോൾ ഒരു കഥ പറഞ്ഞുണ്ടാക്കണേ, നോവൽറ്റി വേണ്ടേ, ഒരു പുതുമ ഉണ്ടാവണ്ടേ. പുതുമയുള്ളൊരു ആശയം കിട്ടിയാൽ അത് പാട്ടുണ്ടാകാം. അങ്ങനെ ഈ പ്രാവശ്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ വരും, അത് കുഴപ്പമില്ല. അപ്പൊ ഇതുപോലെ തന്നെ ശുഭചിന്തകളുമായി കൽപ്പാന്തകാലത്തോളം മാസ്റ്ററുടെ ആ ഒരു ജീവിതം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങൾ സംഗീത പ്രേമികൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. വളരെ